നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ ദൈവം, നമ്മെ മഹത്വപൂർണ്ണനാക്കുന്ന ദൈവം, പരിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ സാന്നിധ്യവും ശക്തിയും നമ്മുടെ ശരീരത്തിൽ പ്രകടമാക്കിയ ദൈവം, രോഗശാന്തിയായി, അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, വലിയ സമാധാനം നമ്മുടെ ഹൃദയതലങ്ങളിൽ നൽകിക്കൊണ്ട് സ്വർഗീയ രാജാവ്, ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ കൂടെ ആയിരിക്കുക, അലിഞ്ഞു ചേരുന്ന സ്നേഹമായി, പിതാവിൻ്റെ ആ വലിയ സ്നേഹം, ആ സ്നേഹത്തോട് നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് ത്രിത്വൈക ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മ മാതാവിനോടൊപ്പം 12 ശ്രീഹന്മാരോട് ചേർന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. സഭയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുത്തൊരു ദൈവം, നമ്മുടെ കുറവുകളെ പരിപൂർണമായിട്ട് ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ശരീരമാകുന്ന ആലയത്തെ മഹത്വത്തിൻ്റെ ആലയമാക്കി മാറ്റിയ തമ്പുരാൻ്റെ സ്നേഹം, പാപത്താൽ തകർക്കപ്പെട്ട ശരീരത്തെ സ്വന്തം ശരീരത്താൽ വീണ്ടെടുത്തുകൊണ്ട് ആ ശരീരം കൊണ്ട് മഹത്വമാക്കിയ തമ്പുരാൻ്റെ സ്നേഹം, ആ സ്നേഹത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പൂർവ്വപിതാവായ അബ്രാഹത്തോട് ചെയ്ത വലിയ ഉടമ്പടി, നിന്റെ സന്തതികളെ ഞാൻ ഭൂമിയിൽ അനുഗ്രഹമാക്കും, ആ വലിയ വാഗ്ദാനം, വാഗ്ദത്ത ഭൂമി നൽകിക്കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. പരദീസ നൽകിക്കൊണ്ട് നല്ല കള്ളനെ അനുഗ്രഹിച്ച അതേ ദൈവം തന്നെ നഷ്ടപ്പെട്ട പരദീസ വീണ്ടും നമുക്ക് നേടിത്തരുവാൻ കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു കള്ളനെ പോലെ അവിടുന്ന് കടന്നത് നമ്മുടെ ഓരോരുത്തരെയും മോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആ സ്നേഹമാണ്, ആ ഉടമ്പടിയാണ് സിഹിയോൻ ഒട്ടുശാലയിൽ പൂർത്തീകരിക്കപ്പെട്ടത്. പെന്തക്കോസ്ത് ദിനത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഏക മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തോടെ അവർ സമ്മേളിച്ചിരുന്ന മാളിക മുറിയിലേക്ക് വന്നു നിറയപ്പെട്ടു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ഒത്തിരി സ്നേഹത്തോടെ നമുക്കായിരിക്കാം. ആത്മാവിനെ ദാഹിച്ചുകൊണ്ട് ഉള്ളിലുള്ള ആത്മാവ് ശക്തി പ്രാപിക്കുവാൻ, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്നതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം വ്യാപരിക്കപ്പെടുന്നു, ദൈവശക്തി വെളിപ്പെടുന്നു. കരമേർത്തി സ്തുതിക്കും. ഈശോയെ കരുണയായിരിക്കണമേ. ഈ സമൂഹത്തിന്റെ മേൽ കർത്താവേ അവിടുത്തെ കാരുണ്യം വെളിപ്പെടുത്തണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ മേലും, കുടുംബത്തിന്റെ മേലും, ദേശത്തിന്റെ മേലും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ചേർന്ന് സർവശക്തനെ നമുക്ക് മഹത്വപ്പെടുന്നു. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, സ്വരമുയർത്തി പാടാമോ? അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ, അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ, അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ, അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ, ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ, ആദിമനാളിലെ പോലെ
പോലെ കൊടിയ കാറ്റായി കരമുളയത്തിയടിച്ച് എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി എന്നിൽ വാ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി എന്നിൽ വാ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ദൈവകൃപയ്ക്കായിട്ട് ദാഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാം. ആദിമസഭയെ ആരാധിച്ചതുപോലെ, അപ്പസ്തോലന്മാർ ദൈവത്തെ ആരാധിച്ചതുപോലെ സർവശക്തിയോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദീർഘായുസ് നൽകി നമ്മെ സംതൃപ്തരാക്കുന്ന ദൈവം, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട്, ബന്ധിതരെ മോചിപ്പിച്ചുകൊണ്ട്, അന്തർക്ക് കാഴ്ച കൊടുത്ത്, അവിടുത്തെ സമാധാനം നമ്മൾ നിക്ഷേപിച്ചുകൊണ്ട് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാമോ? സർവശക്തിയോടെ 10 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. അഭിഷേകം ചെയ്യണമേ. പാപികളും ബലഹീനരുമായിരിക്കും നിങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ ആത്മീയ ശക്തിയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പഠിച്ചു വീണ്ടും പാടാം. എനിക്ക് മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. കൊള്ളും മുൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. നീ എനിക്ക് മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. കൊള്ളും മുൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്കു ചുറ്റും നീ മതിലാകണേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്കു ചുറ്റും നീ മതിലാകണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. ആത്മാവിൻ തീയാണേ, അഭിഷേകം, ആത്മാവിൻ തീയാണേ, ആത്മാവിന്റെ ശക്തി, ആത്മാവിൻ തീയാണേ. അഭിഷേകം നിറയട്ടെ,
ആത്മാവിൻ തീയാണേ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ആത്മാവിൻ തീയാണേ. എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. ആത്മാവിൻ തീയാണേ. എല്ലാ തടസ്സങ്ങളും നീങ്ങി പോകട്ടെ. ആത്മാവിൻ തീയാണേ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ആത്മാവിൻ തീയാണേ. ആത്മാവിൻ തീയാണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശു നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും കെട്ടുള്ള യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടുന്ന ശരീരത്തിന് മേൽ മനസ്സിന്റെ മേൽ ആത്മാവിന്റെ മേൽ കുടിയിരുന്നുകൊണ്ട് മനസ്സിനെയും ആത്മാവിനെയും ദുർബലപ്പെടുത്തുന്ന സകല പൈശാചിക തിന്മകളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് യേശു നാമത്തിന്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഹൃദയത്തോട് കരം ചേർത്ത് വെക്കാം. നമ്മുടെ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു. നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം ഏറ്റെടുത്ത്, യേശു ഏറ്റെടുത്ത്, ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മഹത്വത്തിൻ്റെ ശരീരം നമുക്ക് പ്രദാനം ചെയ്തു. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ആ മഹത്വീകരിക്കപ്പെട്ട ശരീരം നമുക്ക് ഭക്ഷണപാനീയമായിട്ട് അവിടെ നൽകിക്കൊണ്ട് ഈ പാപത്താൽ കലുഷിതമായ ശരീരത്തെ അവിടുന്ന് മഹത്വത്തിൻ്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുത്തി. കണ്ണുകളുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളെയും കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു. ബലഹീനതമായ ശരീരത്തെ മഹത്വപൂർണമായ ശരീരമാക്കി അവിടുന്ന് രൂപപ്പെടുത്തി. മഹത്വത്തിൻ്റെ ദൈവം ഈ ശരീരമാകുന്ന ആലയത്തിൽ പ്രത്യക്ഷനായിരിക്കുക. വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ സമ്പന്നരാക്കുവാൻ, സ്വർഗീയ സമ്പത്ത് കൊണ്ട് ഭൂമിയിൽ സമ്പന്നരാക്കുന്ന തമ്പുരാന്റെ സ്നേഹം, മഹത്വത്തിൻ്റെ ദൈവം നമ്മുടെ ഹൃദയതലങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുക. നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് പരിപൂർണമായി ക്ഷമിച്ചുകൊണ്ട് പഴയകാല പാപങ്ങളെയെല്ലാം ആ പാപാവസ്ഥയിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിച്ചുകൊണ്ട് കർത്താവ് മഹത്വത്തിൻ്റെ ദൈവം നമ്മളിൽ പ്രത്യക്ഷനായിരിക്കുക. ഇങ്ങനെയുള്ള ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ജീവിതമാണ്. ആ ജീവിതമാണ് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. സകല ആധിപത്യങ്ങളെയും അവിടുന്ന് കുരിശിൽ ഇല്ലായ്മ ചെയ്തു. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ബലഹീനമായ അവസ്ഥകളെ മുഴുവൻ കഴുകണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ബലഹീനത ഒരു മുള്ളായിട്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ തിരുസന്നിധി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ആ മുള്ളുകളെ നിർവീര്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അരിശത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഭിന്നതയുടെയും വിഭാഗചിന്തയുടെയും വിദ്വേഷത്തിൻ്റെയും ഏതെങ്കിലും വേരുകൾ നമ്മുടെ ഹൃദയതലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ആ വേരുകളെ നിർവീര്യമാക്കിക്കൊണ്ട് ഹൃദയത്തിൻ്റെ എല്ലാ മലിനതകളും നമ്മളെ വീണ്ടെടുക്കുന്ന തമ്പുരാൻ്റെ അനന്തമായ ശക്തി ദശരീരങ്ങളിൽ വ്യാപരിക്കപ്പെടുകയും ഹൃദയതലങ്ങളിൽ വ്യാപരിക്കപ്പെടുകയും ബുദ്ധിയിലും ഓർമ്മശക്തിയിലും കഴിവുകളിലും എല്ലാം കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുകയും തിരുരക്തം, കർത്താവിൻ്റെ തിരുരക്തം ബുദ്ധിയുടെ മേൽ, ഓർമ്മശക്തിയുടെ മേൽ, കഴിവുകളുടെ മേൽ, കെട്ടപ്പെട്ടിരിക്കുന്ന സകല കെട്ടുകളുടെ മേൽ കർത്താവിൻ്റെ രക്തം ഒഴുകി സാംസന്റെ ചണനൂലിനെ കത്തിച്ചാമ്പലാക്കിയതുപോലെ എല്ലാ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ രക്തം ബുദ്ധിയുടെ മേൽ, ഓർമ്മശക്തിയുടെ മേൽ വ്യാപരിക്കപ്പെടുകയും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദിവസത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും വിജയം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ മിശിഹ, കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്ന തമ്പുരാന്റെ സ്നേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്വർഗ്ഗത്തിൽ ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റിയെന്ന വചനം പറയുന്നത്. എൻ്റെ അവിശ്വാസത്തിൻ്റെ കല്ലുകളെ ഉരുട്ടി മാറ്റിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ കൃപയാൽ എന്നെ രക്ഷിക്കുന്ന തമ്പുരാൻ്റെ അനന്തമായ ശക്തി വ്യാപരിക്കപ്പെടുകയെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ, കല്ലറകളെ ഭേദിച്ച് പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ അവിടുന്ന് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ 3 ആണികളാൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിൻ്റെ തിരുഹൃദയം പടയാളി ലുങ്കിനോസ് കുന്തം കൊണ്ട് കുത്തി തുറക്കുമ്പോൾ അവിടുന്ന് രക്തവും ജലവും ഒഴുകുകയാണ്. ആ മനുഷ്യൻ്റെ ബലഹീനതകളിലേക്ക്, കണ്ണുകളുടെ കാഴ്ചക്കുറവുകളിലേക്ക്, അല്ലെ കാഴ്ചയില്ലായ്മയിലേക്ക് കർത്താവിൻ്റെ രക്തം ഒഴുകി ഇറങ്ങിയപ്പോൾ ആ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു എങ്കിൽ അവൻ്റെ ബലഹീനതകളെ തരണം ചെയ്ത് ഇല്ലായ്മ ചെയ്തത് കർത്താവിൻ്റെ രക്തമാണ്, ജീവനാണ്. ആ ജീവൻ എൻ്റെ ബലഹീനതകളിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്.
സകല ബലഹീനതകളിൽ നിന്ന് എൻ്റെ ശരീരത്തെ കർത്താവ് വീണ്ടെടുക്കുകയും മഹത്വത്തിൻ്റെ ശരീരമായിട്ട് എൻ്റെ ശരീരത്തെ അവിടുന്ന് രൂപപ്പെടുത്തുകയും എൻ്റെ ഹൃദയത്തിലുള്ള വെറുപ്പ് അശുദ്ധി എല്ലാം കർത്താവ് നീക്കിക്കളയുകയും അവിശ്വാസത്തിൻ്റെ കെട്ടുകളെ അഴിച്ചു മാറ്റുകയും വിശ്വാസരാഹിത്യത്തിൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും കർത്താവ് മോചിപ്പിക്കുകയും സംശയ രോഗങ്ങളെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണ സൗഖ്യം നൽകുകയും അല്പവിശ്വാസിയാകാതെ വിശ്വാസിയാകുവാൻ തോമാസ് പറയുന്നുണ്ട്. പരിപൂർണമായിട്ട് വിശ്വസിക്കുവാൻ കർത്താവ് കൃപ തരുകയും വിശ്വാസരാഹിത്യത്തിൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ മോചിപ്പിച്ചു എന്ന്, കർത്താവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മൾ മോചിപ്പിച്ചു എന്ന് വചനം പഠിപ്പിക്കും. ആ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുകയും ആ വിലാപ്പുറന്നൊഴുകിയ ദൈവിക രക്തം പടയാളി കുന്തം കൊണ്ട് കുത്തുമ്പോൾ ആ ചങ്കിൽ നിന്നൊഴുകിയിറങ്ങിയ ദൈവിക രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കപ്പെടുകയും ഏതെല്ലാം മേഖലയിലെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ അവയിലേക്കെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുകിയിറങ്ങി വന്ന് ആ ബലഹീനതകളെ മുഴുവൻ തകർത്ത് കളഞ്ഞുകൊണ്ട് ഉദ്ധാനത്തിൻ്റെ ദൈവിക ശക്തി തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെയോ തലമുറകളുടെ മേലെ ഏതെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഏതെങ്കിലും കെട്ടുകളിൽ അകപ്പെട്ട് നമ്മുടെ തലമുറകൾ ഇന്ന് വ്യാപരിക്കപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ പരിശുദ്ധ രക്തം ആ കെട്ടുകളെ അഴിച്ചു മാറ്റിക്കൊണ്ട് പരിപൂർണ സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച തലമുറകളിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകുക. ഏതെല്ലാം മേഖലയിൽ നമ്മുടെ തലമുറകൾ തടസ്സം നേരിട്ട് നിൽക്കുന്നുണ്ടോ ആ മേഖലയിലേക്ക് എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുകിയിറങ്ങുക. ശരീരത്തിൻ്റെ മേലുള്ള ആധിപത്യങ്ങളെ കർത്താവ് വീണ്ടെടുക്കുകയും ബലഹീനതകൾ മുഴുവൻ കർത്താവ് വീണ്ടെടുത്തുകൊണ്ട് ശരീരത്തെ കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദൈവിക ശക്തി കൊണ്ട് നിറയ്ക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച തിരുരക്തം എല്ലാ പാവങ്ങളിൽ നമ്മളെ മോചിപ്പിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ, അവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്വത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിൽ അവയെന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുകയും കുടുംബജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണമായി നിൽക്കുന്ന അശുദ്ധിയിലേക്ക്, അശുദ്ധാത്മാക്കളിലേക്ക്, വൈശാശക്തികളിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുകിയിറങ്ങുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ കുടുംബജീവിതത്തെ പരാജയപ്പെടുത്തുന്ന അശുദ്ധാത്മാവ് എൻ്റെ കുടുംബത്തിൽ നിന്ന് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ കുടുംബം വീണ്ടെടുക്കപ്പെടുകയും എൻ്റെ മക്കൾ വീണ്ടെടുക്കപ്പെടുകയും കൂദാശ ജീവിതത്തിന് തടസ്സം, വിവാഹമെന്ന കൂദാശയിലേക്ക് പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്ന സകല ബന്ധനങ്ങളും ഈശോയെ അഴിച്ചു മാറ്റുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ കരുണയായിരിക്കണമേ. തിരുരക്തം തലമുറകളിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. ദൈവത്തിൻ്റെ കരുണ തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ തലമുറകളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ മക്കളെ അനുഗ്രഹിക്കണം. തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറവേറിയിരിക്കുക. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തലമുറകളെ ദൈവം അനുഗ്രഹിക്കുക. കർത്താവിൻ്റെ തിരുരക്തത്താൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് അഭിഷേകം നിറയണം. ഒരു 10 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ സ്വരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ബന്ധനങ്ങളിലേക്ക്, തടസ്സങ്ങളിലേക്ക്, അവിശ്വാസത്തിലേക്ക്, കുടുംബ ജീവിതത്തിന്റെ പരാജയങ്ങളിലേക്ക്, മരുമക്കളിലേക്ക് എല്ലാം കർത്താവിൻ്റെ തിരുരക്തം ഒഴുകി ഇറങ്ങിയവരെല്ലാം മക്കളായിട്ട് മാറ്റപ്പെടുകയാണ്. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അമ്മയായിട്ട് മാറുന്ന സമയമാണ്. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷേകം നിറയപ്പെടട്ടെ. അമ്മായിപ്പൻ അപ്പനായി മാറുന്ന സമയമാണ്. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളിലേക്ക് അഭിഷേകം പെയ്തിറങ്ങട്ടെ. കുടുംബത്തിൻ്റെ ശാപബന്ധനങ്ങൾ, പാപബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങളെല്ലാം നീക്കപ്പെടട്ടെ എന്ന് ദാസർ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ തലമുറകളെ അനുഗ്രഹിക്കണമേ. എല്ലാ പാപബന്ധനങ്ങളെയും ശാപത്തെയും പൈശാചിക ബന്ധനങ്ങളെയും മുഴുവൻ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയുടെ നിറകയിൽ ആ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ പരിശുദ്ധമായ ശരീരത്തെ തലമുറകളെ അനുഗ്രഹിച്ച തമ്പുരാന്റെ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? കരഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നും തിരുച്ചോരത്തുള്ളിയ ദൈവമേ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ
അന്തവുമില്ലെന്നറിയണമേ. ദൈവമേ, അങ്ങെഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കുക. പൗലോസ് ശ്ലീഹ ഇവിടുത്തെ ലേഖനങ്ങളിലൂടെ നമ്മളോട് എന്താണ് പറയുന്നത് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധാപൂർവ്വം കേൾക്കാം. കൊളോസോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കടന്നുപോകി. പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ നിറഞ്ഞ് സ്വർഗീയ രഹസ്യങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തി തരികയാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് എന്താ? സ്വർഗീയ രഹസ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്വർഗീയ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗീയമായ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ആത്മീയമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാത്തതിൻ്റെ കാരണം അതാ. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ മുഴുവൻ ഭൗതികമോ, ഈ ഭൂമിയിൽ തുരുമ്പോ കീടങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുക, അധ്വാനിക്കുവാൻ യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയും സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ കടന്നു പോകേണ്ട സ്ഥലമാണ് സ്വർഗം. നമ്മൾ ചെന്നെത്തപ്പെടേണ്ട സ്ഥലമാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഈ തിരിച്ചു മടങ്ങി ചെല്ലേണ്ടവരാണ്. ആ സ്വർഗരാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണെന്ന് അറിയുവാനുള്ള ജിജ്ഞാസയാണ് ഭൂമിയിൽ ആയിരിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതിനുപകരം നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു തീർക്കും, ഈ ഭൂമിയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഭൗമിക ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഭൗമികമായതൊന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാതെ വരികയും, സ്വർഗീയമായതിനെ ആഗ്രഹിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമ്പോൾ ഭൗമികമായത്, ഭൂമിയിലുള്ളത് അനുഭവിക്കുവാൻ ദൈവം കൃപ തരുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ലക്ഷ്യം എവിടെയായിരിക്കും? സ്വർഗമായിരിക്കണം. പേടിയ മരണത്തെ നമുക്ക് ഭയവാ. മരിച്ചു പോലും തുറക്കുമ്പോൾ പേടി വരിക. ഒരു ചങ്കിനകത്തൊരു വല്ലായ്മ, നമ്മുടെ ഒരേ പ്രായമുള്ളവരൊക്കെ മരിക്കുമ്പോൾ ഉള്ളിലൊക്കെ ഒരു ഭയത്തിൻ്റെ ഒരു അടിമത്ത് നമ്മുടെ ഹൃദയതലങ്ങളിലുണ്ട്. ഇനി ഞാനും പോകേണ്ടി വരുമല്ലോ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മൾ പോയാൽ എന്തൊക്കെയോ ഇവിടെ കുറവ് വരുന്നത് പോലെ നമുക്ക് തോന്നുവേ. ഒരു കുറവും വരത്തില്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ട എപ്പോഴാ? സ്വർഗം ലക്ഷ്യം വെച്ച് വേണം നമ്മുടെ ജീവിതം. വിശുദ്ധരുടെ എല്ലാം ജീവിതം എപ്പോഴാ? സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട്. എങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതം എന്താ? സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ജീവിതം. തിരികെ മടങ്ങി പോകണം എന്നുള്ള വിശ്വാസത്തോടെ ഈ ഭൂമിയിൽ എങ്ങനെ സ്വർഗീയ സൗഭാഗ്യം കൈവശപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സ്വർഗീയമായത് ഭൂമിയിൽ കൈവശപ്പെടുത്തിക്കൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനാണ് ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മടങ്ങിച്ചെല്ലേണ്ടവരാണ്. വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. വന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ആ സമയം നമുക്ക് അറിയത്തില്ല, എപ്പോഴാണ് കൊണ്ടുപോകുന്ന അറിയത്തില്ല. ഉറങ്ങി ജാഗരൂകരായിരിക്കുവാൻ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 10 കന്യകമാരുടെ ഉമ്മയിലൂടെ എണ്ണ ശേഖരിച്ചു വെക്കാൻ, ആത്മാവിനെ ശേഖരിച്ചു വെക്കാൻ, ആത്മാവിൻ്റെ അഭിഷേകത്തെ ശേഖരിച്ചു വെക്കുവാനായിട്ട് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും 10 കന്യകമാരുടെ ഉമ്മയിലൂടെ കരുതി വെക്കാൻ. മണവാളൻ എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മളെ ഈ ആത്മീയ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ എണ്ണ ശേഖരിച്ചു വെക്കുക. ഓരോ വെള്ളിയാഴ്ചകളും ഞായറാഴ്ചകളും നടക്കുന്ന ശുശ്രൂഷകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ആ എണ്ണ ശേഖരിക്കുന്നവരായിട്ട് നമ്മൾ മാറ്റപ്പെടുകയും മണവാളൻ വരുമ്പോൾ ആ തിരിതെളിക്കുന്നവരായിട്ട് മാറ്റപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. യേശുവിലാണ് ജീവിക്കേണ്ടത്. ഇനിയുള്ള നമ്മുടെ ജീവിതം ക്രിസ്തുവിലുള്ള ജീവിതമാണെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മ. ദൈവത്തിലാണ്, യേശുവിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കൗദാശിക ജീവിതത്തിലാണ് നമ്മൾ ആയിരിക്കേണ്ടതെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക. യേശു ക്രിസ്തുവിലുള്ള ജീവിതമാണ് ഈ ലോക ജീവിതമെന്ന് നമ്മളെ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു.
പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വചനത്തിലായിരിക്കണം. ഈശോ ചെയ്ത വചനം, ദൈവം വചനമാണ്. വചനത്തിലുള്ള ജീവിതം. ഈശോ എങ്ങനെയാ ജീവിച്ചെങ്ങനെയാ? പിതാവിന്റെ വാക്കുകളിലാണ് പുത്രൻ ജീവിച്ചതെങ്കിൽ നമ്മൾ ക്രിസ്തുവില് ജീവിക്കുന്നവരായി മാറണമെങ്കിൽ ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വചനത്തിൽ നമ്മൾ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. വചനം ദൈവമാണ്. ക്രിസ്തുവിലൂടെ, യേശുവിലൂടെ നൽകപ്പെട്ട തിരുവചനങ്ങളിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗീയമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ കർത്താവ് നൽകുന്നു എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. വിശ്വാസത്തോടെ ജീവിക്കുക, ക്രിസ്തുവിലുള്ള ജീവിതം. നമുക്ക് വചനം ശ്രദ്ധിക്കാം. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും ഉയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗ്ലമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. കൃതജ്ഞത അർപ്പിക്കാൻ പറയുക, നന്ദി പറയുവാൻ. ദൈവം തന്നിരിക്കുന്ന വരദാനങ്ങളിൽ നമ്മൾ അത് സ്വീകരിച്ചുകൊണ്ട്, ആ വരദാനങ്ങളിലായിരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയുവാൻ കർത്താവ് നമ്മളെ ഓർമ്മ. ഈ ലോക ജീവിതം നമുക്ക് എന്തെല്ലാം കർത്താവ് തന്നിരിക്കുന്നത്, എന്തുമാത്രം കൃപയാണ് തന്നിരിക്കുന്നത്. ആ കൃപയിലായിരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതം കൃതജ്ഞത, നന്ദിയുടെ ഒരു ജീവിതമായിട്ട് നമ്മൾ ജീവിക്കുവാൻ കർത്താവിൻ്റെ വചനം. നമ്മൾ കിട്ടാത്തതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നത്, ഇല്ലായ്മയെ ഓർത്ത് വിഷമിക്കുക. നമ്മളിൽ മാറ്റം വരുവാൻ വേണ്ടി, സഹനം എന്തിനാ? മാറ്റം വരാൻ വേണ്ടിയിട്ട്, ദൈവത്തെ വിളിക്കാൻ വേണ്ടിയിട്ട്, ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് സഹനം വരുന്നത്. ഈ സഹനം വരുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവത്തെ കേൾക്കുമ്പോൾ, ദൈവത്തിലായിരിക്കുമ്പോൾ ഈ സഹനത്തെ മുഴുവൻ ദൈവം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ സഹനത്തിലും സന്തോഷിക്കുവാനുള്ള ഒരു ജീവിതം കർത്താവ് തൻ്റെ ജനത്തിന് പ്രദാനം ചെയ്തു കഴിഞ്ഞു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവല്ല, ഈ പ്രശ്നത്തിൽ ദൈവമഹത്വം കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് പൗലോസ്ലീഹ നമ്മളെ കൃതജ്ഞത അർപ്പിക്കുക, നന്ദി പറയുവാൻ. നന്മകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, നന്മ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. നമ്മൾ തിന്മയെ ധ്യാനിക്കുമ്പോൾ, അല്ല തിന്മയോർത്ത് അസ്വസ്ഥപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരിക. ദുഃഖിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നും ദുഃഖമാണ്, സങ്കടമാണ്. നമ്മുടെ തുടരെ സങ്കടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പം ആ സങ്കടത്തെ ഒഴിവാക്കിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ. ഫിലിപ്പിയർ 4:4 കർത്താവ് പറയുകയെ, പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹ നിങ്ങൾക്ക് ദൈവമായ കർത്താവിൽ വീണ്ടും സന്തോഷിക്കാൻ പറയുക. അപ്പൊ ദൈവത്തിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. സഹനത്തിന്റെ പൂർണ്ണത ദൈവമാണ്. ആ സഹനത്തെ ഏറ്റെടുത്തുകൊണ്ട് അത് ഉദ്ധാനത്തിന്റെ ദൈവിക ശക്തിയാക്കി നമുക്ക് വീണ്ടും പ്രദാനം ചെയ്ത യേശുവാണ്. അപ്പൊ യേശുവിൽ, ദൈവത്തിൽ സന്തോഷിക്കുവാൻ വീണ്ടും പൗലോസ്ലീഹ പറയുക, നിങ്ങൾ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവാൻ. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥമായ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. മാനുഷികമായ ചിന്താഗതികളിലേക്ക്, ലൗകികമായ ചിന്താഗതികളിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും കൊണ്ടുപോയി നിങ്ങളുടെ ആത്മീയത നശിപ്പിച്ചു കളയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുവനെന്ന് കൊളോസോസ് ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ, പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ ലോകത്തിലൊരു ദേവനുണ്ട്. ആ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കും. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ലാതാക്കി തീർക്കുമെന്ന് പൗലോസ്ലീഹ നമ്മൾ. ഈ ലോകത്തിൻ്റെ ദേവൻ കടന്നു വരും. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഈ ലോകത്തിൻ്റെതായ ലൗകികമായ സുഖങ്ങൾ. ഇവിടെ നമ്മൾ ചില പദ്ധതികൾ വിഭാവനം ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. പക്ഷെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ പദ്ധതികൾ ഒന്നും നടക്കത്തില്ല. മാനുഷിക പദ്ധതികൾ ദൈവം തകിടം മറിച്ചിരിക്കും. അപ്പൊ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് മാനുഷികമായ ചിന്താഗതികളിലേക്ക് പോകാതെ, വ്യർത്ഥ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വ്യർത്ഥമായ ചില ചിന്താഗതികൾ, ഒരിക്കലും സാധ്യമല്ലാത്തല്ല അസാധ്യമായ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോവുകയും അങ്ങനെയുള്ള വ്യർത്ഥ പ്രലോഭനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും
ഈ ലോകത്തിൽ സാധ്യമല്ലാത്ത അല്ലെങ്കിൽ നടപ്പിലാകാത്ത ചില കാര്യങ്ങളെ ചിന്താഗതികളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി ആ മനസ്സിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് പ്രലോഭനത്തിൽ അകപ്പെടുത്തി ദൈവിക കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറയുക. നമ്മുടെ പൂർണ്ണത യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ട് നമുക്ക് വചനം ശ്രദ്ധിച്ച് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ദൈവത്തിലാണ് പൂർണ്ണത. എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ നിരായുധമാക്കിക്കൊണ്ട് അവയുടെ മേൽ അവൻ വിജയം വരിച്ചുകൊണ്ട് സകല ആധിപത്യങ്ങളുടെ മേലും നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആധിപത്യത്തിനും നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഒന്നിനും നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും, ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ സകലതിനെയും അതിജീവിക്കുന്ന ദൈവിക ശക്തി നമ്മളിൽ ഉണ്ട് എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും, അവനിലാണ്, ക്രിസ്തുവിലാണ്, വചനത്തിലാണ്, യേശുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ സകല ആധിപത്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ദൈവശക്തി നിങ്ങളിൽ ഉണ്ട് എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പൊ സകല ആധിപത്യങ്ങളെ ഇല്ലായ്മ ചെയ്തു. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ ദൈവം 2000 വർഷം മുമ്പ് കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് യേശു തൻ്റെ ശരീരത്താൽ അതിനെ ഇല്ലായ്മ ചെയ്തു. അതിൻ്റെ മേൽ കർത്താവ് വിജയം വരിച്ചു എന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കണമെങ്കിൽ വചനത്തോട് ഐക്യപ്പെടുക, ആ വചനത്തിലായിരിക്കുക, ആ ക്രിസ്തുവിലായിരിക്കുവാൻ. ഈശോ എന്താ ചെയ്തത്? ഈശോ എപ്രകാരമായിരുന്നു? ഈശോ പിതാവിൻ്റെ വാക്കുകൾ മാത്രമേ ഈശോ സംസാരിച്ചിട്ടുള്ളൂ. മറ്റേ സ്വമേധയ ഈശോ ഒന്നും പറഞ്ഞില്ല. ഈശോ ഒന്നും മിണ്ടിയിട്ടില്ല. സ്വന്തമായിട്ട് ഈശോയ്ക്ക് ഒരു അഭിപ്രായം ഇല്ലായിരുന്നു. ഈശോയുടെ അഭിപ്രായം പിതാവിൻ്റെ അഭിപ്രായമായിരുന്നു. അപ്പൊ ഈശോ പറയുന്നു എന്താ? എൻ്റെ അഭിപ്രായമായിരിക്കണം നിങ്ങളുടെ അഭിപ്രായം. അത് ആരുടെ അഭിപ്രായ? എൻ്റെ പിതാവിൻ്റെ അഭിപ്രായ. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആരുടെ ഇഷ്ടം ഈശോ നിറവേറ്റി? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ് നിറവേറ്റി. അപ്പൊ നമ്മളോ യേശുവിന്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ അത് പിതാവിന്റെ ഇഷ്ടം തന്നെയാണ് നിറവേറ്റുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതിനെ സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ എങ്ങനെയാ സംഭവിക്കുന്നത്? ആരാ? ഞാനും പിതാവും പിതാവിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്ന് വാസം ഉറപ്പിക്കും. അപ്പൊ ദൈവത്തിന്റെ വാക്ക് ഇത് സഹായിക്കുന്ന പരിശുദ്ധാത്മാവാ. എല്ലാ കാര്യങ്ങളും അനുസ്മരിക്കുന്നത് പരിശുദ്ധാത്മാവാ. ഒരു വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. എന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിത പങ്കാളിക്ക് ഇവിടെ ഒരു വേദന വന്നിട്ട് കാലിലോട്ട് വേദന വരുമോ? മരുന്നൊക്കെ കഴിച്ചു നോക്കി, ഒന്നും സംഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വചനം തന്നു. എന്തിനുവേണ്ടി? ഈ രോഗം ശമിപ്പിക്കുവാനായിട്ട് ഒരു വചനം കർത്താവിൻ്റെ ആത്മാവ് തരിക. ആ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ഈ രോഗം പൊടുന്നനെ വിട്ടുമാറി. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വേദന വെച്ച് 2 ദിവസം മരുന്ന് കഴിച്ചു. പക്ഷെ എന്നോട് പറയുന്നുണ്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു ഫലം ഉണ്ടാകുന്നില്ല. മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലെങ്കിൽ പിന്നെ ഫലം ഉണ്ടാകുന്നത് എവിടുന്നാ? ദൈവവചനത്തിൽ നിന്നാണ് ഫലം ചൂടുന്നത്. മരുന്നോ ലേപനൌഷധമല്ല, ദൈവത്തിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പിന്നീട് നമ്മൾ മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കും? ദൈവത്തെ ആശ്രയിക്കും. ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം തരുന്ന വചനമാണ്. ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലഭിച്ച പരിശുദ്ധാത്മാവ് നൽകിയ ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആ രോഗത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചപ്പോ ആ രോഗത്തിന് ശരീരത്തിന് മേൽ അവകാശമില്ല. ആ രോഗം ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. കരമടിച്ചു ദൈവത്തിന് ഒരിക്കൽ കൂടി മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇതാണ് സംഭവം. വചനമാണ് സുഖപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കും, വചനം സുഖപ്പെടുത്തുക. നമ്മൾ ഡോക്ടർ പുറകെ ഓടും. മരുന്ന് കഴിക്കണം എന്നല്ല പറയുന്നത്, മരുന്ന് കഴിക്കണം, പക്ഷേ മരുന്നോ ലേപനൌഷധമല്ല, ദൈവത്തിൻ്റെ വചനമാണ് ഓരോ മകനെയും സുഖപ്പെടുത്തുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ 1-2 പേരോട് നമ്മൾ പറയും പ്രാർത്ഥിച്ചേക്കണേ എന്ന്. ഇവിടെ ക്യാൻസർ പിടിവിട്ട് രഹസ്യമായിട്ടിരുന്നാൽ മരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ഒരു 10 പേരറിഞ്ഞാൽ ബലിയർപ്പണത്തിന് സമയത്തൊക്കെ നിൽക്കുമ്പോൾ ഈ സഹോദരി അല്ലെ സഹോദരനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതറിഞ്ഞ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ വ്യക്തി സ്വർഗീയ സന്നിധിയിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കപ്പെടുവാൻ സാധ്യത ഏറെയാണ്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ രോഗിയായിരിക്കുമ്പോൾ നീ നിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരോട് പറയാൻ എത്ര ആളുകളെ വിളിച്ചു പറയാൻ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വോയിസ് മെസ്സേജ് ഇട്ടു. ഇവിടെ ഈ ഇടവകയിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വോയിസ് മെസ്സേജ്, എൻ്റെ കൊച്ചു തളർന്നുപോയി, ഒരു പനി വന്ന് തളർന്നുപോയി. അപ്പം ഞാൻ ഈ വോയിസ് കേൾക്കുക, ഗ്രൂപ്പിലിട്ടിരുന്ന. അപ്പം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ചേച്ചിയുടെ സങ്കടപ്പെട്ട പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞൊരു ദുരവസ്ഥയിൽ കിടക്കുന്ന ഒരു സഹോദരി കണ്ണുനീരോടെ പറയുന്ന വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോൾ ഒരു നെടുവീർപ്പുണ്ടായി മനസ്സിൽ. ആ നെടുവീർപ്പിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു. ഈ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ ഈ സഹോദരിയോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു, സഹോദരി ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്വർഗം ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി, കിഡ്നി ഡാമേജ് ആയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഇവർ പൊടുന്നനവേ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം വിശ്വസിച്ച് ഇവര് ആ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് സത്യം. ചില നേർച്ച കാഴ്ചകളാ. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന്റെ ലിവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ ഈശോയേന്ന് വിളിക്കാമോ? അപ്പം ആ സഹോദരിയുടെ പിന്നീടുള്ള ആ ഒരു വോയിസ് മെസ്സേജ് ഇതാ, സുഖം പ്രാപിക്കാൻ തുടങ്ങി, ലിവർ വർക്ക് ചെയ്യാൻ തുടങ്ങി, എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്യാൻ തുടങ്ങി. തളർന്നിട ഒരു അരക്കൂട് തൊട്ട് താഴ്ത്ത് തളർന്നിടുന്ന സഹോദരി എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഐസിയുവിൽ നീര് വെച്ച് കണ്ണൊന്നും കാണാൻ മേലാതെ നീര് വെച്ച് കിടന്ന ആ പെൺകുട്ടി 22-21 വയസ്സൊക്കെ ഉള്ളൂ. ആ കൊച്ച് പരിപൂർണ സൗഖ്യമായി. ഇങ്ങനെ 5, 6, 7 ദിവസം അവിടെ കടന്നു കഴിഞ്ഞാൽ തിരിച്ച് ഡയാലിസിസ് ഉണ്ടെങ്കിൽ കിഡ്നിയുടെ വർക്കിംഗ് കൂടെ പൂർണ്ണമായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോരാം. സൗഖ്യം പ്രാപിച്ചു. മരണത്തിൽ കിടന്നു വെച്ചാ ഡോക്ടർമാർ ഉപേക്ഷിച്ചു, ഒന്നും പറയാനില്ല. ഡോക്ടർ പറഞ്ഞു ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. മെഡിക്കൽ സയൻസ് കൈവിട്ടാൽ പിന്നീട് അവിടെ പ്രവർത്തിക്കുന്നത് യേശുവാണ്. മരിച്ച ലാസറെ നീ പുറത്തു വരുവാൻ പറഞ്ഞപ്പോൾ അവനിൽ ജീവൻ ഉണ്ടായെങ്കിൽ അതേ ജീവൻ തന്നെ ഇന്നും നിലവിളിക്കുമ്പോൾ നമുക്ക് തരുന്ന തമ്പുരാന്റെ സ്നേഹമാണ് അലിഞ്ഞു ചേരുന്ന പരിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്നത്. കരമുയർത്തൊന്ന് വിളിക്കാമോ? ചങ്കു തുറന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആഗ്രഹിക്കണം. രോഗം വരുമ്പോൾ രോഗശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഒരു അപ്പൻ വയ്യാതെ കിടക്കുവോ, അപ്പം മരിക്കാറായി കിടക്കുവോ, സംസാരിക്കുന്നൊന്നുമില്ല. മകൻ്റെ ആഗ്രഹം ഈ അപ്പൻ ഒരു കുറച്ച് ദിവസം, 1 മാസം 2 മാസം ഒന്ന് ജീവിച്ച് ഈ അപ്പൻ്റെ കൂട്ടത്തിൽ കുറച്ച് ദിവസം ഒന്ന് കഴിയണം. കാരണം വിദേശത്തായിരുന്നു, വന്നപ്പോൾ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുക. അപ്പോൾ വീട്ടിൽ കിടക്കുന്ന മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് ബോധമൊന്നുമില്ല, അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം 1-2 മാസം ഒന്ന് ജീവിച്ചിരുന്നാൽ വലിയ അനുഗ്രഹമായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചു. അപ്പച്ചന് വീണ്ടും ജീവൻ പ്രാപിച്ചു. 2 മാസത്തോളം മകനോടൊപ്പം സംസാരിച്ചുമൊക്കെ ജീവിച്ചതിന് ശേഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ഉത്തരവുണ്ടെന്നേ. കണ്ണുനീരൊഴുകിയ നെടുവീർപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്. ഈശോ ലാസറിന്റെ കബറിടത്ത് ചെന്ന് അവിടെ
പിതാവിനോട് നെടുവീർപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, പിതാവിനോട് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ജീവൻ വ്യാപരിക്കപ്പെട്ടു. ആരുടെ ജീവന് വരുന്ന? പിതാവായ ദൈവത്തിന്റെ ജീവന. മരുന്നോ ലേപനോ ദൈവത്തിന്റെ വചനം ജീവനാണ്. ഈ വചനത്തിൽ വിശ്വസിക്കണ്ടേ, ഈ വചനത്തിലാണ് ജീവിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മരിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ സംസ്കരിക്കപ്പെട്ട് അവനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കരമുയർത്തുന്നു, സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പഴയ മനുഷ്യൻ, പാപത്താൽ നിറഞ്ഞ ആ പഴയ മനുഷ്യൻ മരിച്ച് സംസ്കരിക്കപ്പെട്ട് അവനോടൊപ്പം, യേശുവിനോടൊപ്പം വീണ്ടും ഉയർപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് ഈ ദേവാലയത്തിൽ ആയിരിക്കുന്ന ജനത. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പുതിയ ഇസ്രായേൽ. ഓരോ ജ്ഞാനസ്നാനത്തിലൂടെയും നമ്മുടെ പാപത്താൽ നമ്മൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട്, അവനോടുകൂടെ മരിച്ച്, അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ട്, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന വലിയ ആത്മീയ ശുശ്രൂഷയാണ് ജ്ഞാനസ്നാനം. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സകല പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ ശുശ്രൂഷയാണ് ജ്ഞാനസ്നാനമെന്ന ശുശ്രൂഷ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജ്ഞാനസ്നാനം നവീകരിക്കപ്പെട്ടു. വീണ്ടും വീണ്ടും ഓരോ വർഷവും ഈ ജ്ഞാനസ്നാനം നവീകരിക്കപ്പെടുകയാണ്. അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ട് അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു, ക്രൂശിക്കപ്പെട്ട് ആ പാപങ്ങളെല്ലാം, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ ഏറ്റെടുത്ത് ഈശോടൊപ്പം ആവുക. രക്ഷാകര പദ്ധതിയോട് ദൈവം ചേർത്ത് വെക്കുന്ന കൂദാശകള്, ആ കൂദാശകളില് ഞാനും നിങ്ങളും ആയിരിക്കുമ്പോ പ്രിയ ദൈവജനമേ, അവനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട ഒരു ജനതയായിട്ട് ഈ ജനത മാറ്റപ്പെടുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു ജീവിതമാണ് പുനരുത്ഥാനത്തിന്റെ ജീവിതമെന്ന് പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. ഉയർപ്പിന്റെ ജീവിതം നെഗറ്റീവിലേക്കല്ല പോകണം, മരണത്തിലേക്കല്ല, ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും അവനോടൊപ്പം നമ്മൾ പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും. അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ഇത് തിരിച്ചറിയുന്നൊരു വ്യക്തി സ്വർഗത്തിലേക്ക് പോകാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ ഇവിടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈ ലോക ജീവിതത്തിലുണ്ട്. സ്വർഗീയ ജീവിതത്തിൽ അങ്ങനെ സംഭവമില്ല, സന്തോഷത്തിന്റെ ജീവിതം. അപ്പൊ ഇവിടെയുള്ളവര്, സ്വർഗം കാണുന്നവര് ആഗ്രഹിക്കുന്നത്, വിശുദ്ധര് ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാൻ, ആ സ്വർഗം സ്വന്തമാക്കുവാനുള്ള സകല പ്രവർത്തികളും പ്രവർത്തനങ്ങളും ഈ ലോക ജീവിതത്തിൽ അവർ പൂർത്തീകരിച്ചിരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർപ്പാപ്പയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, നല്ല എല്ലാവരും ഒന്നിച്ചിരുന്നാണ് അവിടെ കുശിനിയിലുള്ള ജോലിക്കാരോട് കൂടി ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചില സാധനങ്ങൾ മാർപ്പാപ്പായ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അദ്ദേഹം കഴിച്ചിരുന്നില്ല എന്ന് അവിടെ പറയുകയുണ്ടായി. ആരോടാ ചേർന്നിരിക്കുന്നത്? ദൈവത്തോട് ചേർന്നിരിക്കുക. എല്ലാവരിലും, സകല ജനത്തിലും മാർപ്പാപ്പ ആരെ കണ്ടു? ദൈവത്തെ കണ്ടിരുന്നു. കരമടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജനതകളിലും അവിടുന്ന് ആരെ കണ്ടു? യേശുക്രിസ്തുവിനെ കണ്ടിരുന്നു. ദൈവത്തെ കാണുകയാണ് ഓരോ ശരീരത്തിലും. അപ്പൊ ദൈവത്തോട് കൂടെ ആയിരിക്കും. നമ്മൾ ഓർത്ത് വയ്ക്കുക, ഞാൻ വേർതിരിഞ്ഞ് കഴിക്കുമ്പോൾ ദൈവത്തോട് കൂടെ അല്ല കഴിക്കുന്നത്.
നമ്മളെപ്പോഴും കരുതേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, കൂടെ ആയിരിക്കുന്നവരെ കരുതുമ്പോൾ അതാരെ കരുതുന്നേ? ദൈവത്തെ തന്നെയാണ് കരുതുന്നതെന്ന് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുക. ഈശോയെ കരുതുന്നു. നമ്മളെ കരുതുവോ? നമ്മളെയല്ല കരുതേണ്ടത്, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കരുതണമെന്ന് കർത്താവിൻ്റെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. അവരുടെ ബലഹീനതകള്, കുറവുകള്, ജീവിത പങ്കാളി കുറവുള്ള വ്യക്തിയാ, കുറവുണ്ട്, ബലഹീനത. ആ ബലഹീനതയില് ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിച്ചുവെങ്കിലാ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട്, ക്രിസ്തുവിന്റെ അനുയായിയായിട്ട് മാറ്റപ്പെടുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചത് ബലഹീനതകളിലാണ് അവൻ നമ്മളെ സ്നേഹിച്ചത്. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിത പങ്കാളിയുടെ ബലഹീനത മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ അവനെ സ്വന്തമാക്കാം, അവനെ സ്നേഹിക്കാം. ഇതല്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ ബലഹീനതയിൽ അവനെ സ്നേഹിച്ചാൽ മാത്രമേ എന്നിൽ ക്രിസ്തു വെളിപ്പെടത്തുള്ളൂ, എന്നെ ക്രിസ്തു നിലനിൽക്കുന്നുള്ളൂ. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു, അവനിൽ ബലഹീനതയുണ്ട്. പിതാക്കന്മാരുടെ ചില വ്യർത്ഥമായ ജീവിത രീതികൾ ആരിലുണ്ട്? നമ്മളിലുണ്ട്. ആ ബലഹീനതകൾ വീണ്ടെടുത്തത് യേശുവിൻ്റെ രക്തമാണ്. ഒരു മകൻ പറഞ്ഞ പോലെ, അമ്മ ശുശ്രൂഷകയാ, ഒരു കാരണവശാലും ഞാൻ പള്ളിയിൽ പോകത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. അമ്മയുടെ പ്രവൃത്തി കാണുന്നതിലൂടെ എനിക്ക് പള്ളിയിലെ വിശ്വാസമില്ല, ഈ അമ്മയുടെ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോകത്തില്ലെന്ന് പറയാം. നമ്മുടെ പ്രവൃത്തിയിലൂടെ മാർപ്പാപ്പയെ ലോകം സ്നേഹിച്ചത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ, ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ മകനിലും മകളിലും ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മാർപ്പാപ്പ സ്നേഹിച്ചറിയ സകല ജനത്തെയും അവിടുന്ന് ഹൃദയത്തിൽ സ്നേഹിച്ചു. സകലവും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താലാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് സകലരെയും സ്നേഹിക്കുന്നത്. ആ വ്യക്തിയിൽ ആരുണ്ട്? ദൈവമുണ്ടോ? ആ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവനിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ ആ ബലഹീനതയ്ക്കുള്ളിൽ യേശു ഉണ്ടോ? ആ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ ബലഹീനതകളെ ആരേറ്റെടുക്കും? യേശു ഏറ്റെടുക്കുമ്പോൾ ആ ബലഹീനതയിൽ നിന്ന് എൻ്റെ ജീവിത പങ്കാളി, അല്ലെ എൻ്റെ മകന്, എൻ്റെ മകള് ആ ബലഹീനതയിൽ നിന്ന് എൻ്റെ സ്നേഹത്താൽ സ്വതന്ത്രമാക്കപ്പെടും. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനത ഉള്ളതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ പ്രശ്നം അതാ, ബലഹീനത ഉള്ളത് കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ബലഹീനരാ. നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് നമ്മുടെ ഈ നമ്മൾ നല്ലവരാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ നല്ലവരല്ല. ഭൂമിയിൽ ആരെയും നല്ലവരായിട്ട് ദൈവം കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ബലഹീനതയുണ്ട്. ദൈവം നമ്മളെ സ്നേഹിച്ച് ബലഹീനതയില്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതോ അവരുടെ ബലഹീനതയിൽ അവനെ സ്നേഹിക്കാൻ സാധിച്ചാൽ മാത്രമേ എന്നിൽ ക്രിസ്തു നിലനിൽക്കുന്നുള്ളൂ. ഒരിക്കൽ കൂടെ കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? നമുക്ക് ദോഷകരമായ ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും നമുക്ക് ദോഷകരമായതിനെ മുഴുവൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. വിശ്വസിച്ചത് നിങ്ങൾക്ക് ഏതൊക്കെയോ കാര്യങ്ങൾ ദോഷമായിട്ട് നിൽപ്പുണ്ട്. ഈ ദോഷകരമായ ലിഖിത നിയമങ്ങളെ അവിടുന്ന് മായ്ച്ചു കളഞ്ഞു എന്നാണ് പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ നമ്മളെ വെളിപ്പെടുത്തുന്നത്. നമുക്ക് മോശമായിട്ടുള്ളതല്ല. കടബാധ്യത മോശമാ, രോഗങ്ങള് മോശമായൊരു കാര്യമാ, പൈശാചിക പീഡകള്, ചില രോഗങ്ങൾ ദൈവം അനുവദിക്കുന്ന രോഗങ്ങളല്ലാത്ത പൈശാചിക പീഡകളാണ്. ഈ പൈശാചിക പീഡകള് ദൈവം അനുവദിക്കുന്നൊന്നുമല്ല. അതിനെ, ആ ലിഖിത നിയമത്തെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നു. ഭവനമില്ല, കുഞ്ഞുങ്ങളില്ല, പഠനത്തിന് വൈകല്യങ്ങളുണ്ട്, പഠിക്കാൻ പറ്റുന്ന ഓർമ്മശക്തി ഇല്ല. ഈ ലിഖിത നിയമങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള ഈ കുറവുകളെ, ഈ ബലഹീനതകളെ അവൻ മായ്ച്ചു കളഞ്ഞു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും നമുക്ക് ദോഷകരമായതിന് മുഴുവൻ നിങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ മുമ്പിൽ എനിക്ക് ദോഷകരമായി നിൽക്കുന്ന ഈ പ്രശ്നത്തെ അവിടുന്ന് മായ്ച്ചു കളയണമേ. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്നൊന്ന് വിളിച്ചേ, സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ചേ, എല്ലാവരും ചേർന്ന് ഈശോയെന്ന് വിളിച്ചേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എന്താ? നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യും. മായ്ച്ചു കളയും മാത്രമല്ല,
അവയെ ദോഷകരമായതിനെ മുഴുവൻ കുരിശിത്തറച്ച് അതിനെ നിഷ്കാസനം ചെയ്തു എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ തന്നെ എല്ലാം നീക്കിക്കളഞ്ഞു. നിഷ്കാസനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞു. പ്രാർത്ഥിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, അതിനെല്ലാം ദൈവം കാൽവരിയില് കുരിശു മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തകർച്ചകളെയും, ഇല്ലായ്മകളെയും, ദാരിദ്ര്യത്തെയും, പട്ടിണിയെയും, കടബാധ്യതകളെയും, തകർച്ചകളെയും അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. നമ്മുടെ മേലുള്ള ചില ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. ചില ആയുധധാരികള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ആയുധധാരികളെ, ആ ആയുധങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട് അവയെ, ആധിപത്യങ്ങളെ ദൈവം ഇല്ലായ്മ ചെയ്തു. പൈശാചിക തിന്മകളാ, അന്തരീക്ഷ ശക്തികള്, പൈശാചികമായ ചില പ്രവർത്തികൾക്ക് കാരണമാകുന്ന ചില അവസ്ഥകളെ കർത്താവ് നമ്മുടെ ജീവിതം തുടച്ചു മാറ്റുവാന്നേ. പ്രാർത്ഥിച്ച്, ഓരോരുത്തരും പ്രാർത്ഥിച്ച്, ദൈവസന്നിധി പ്രാർത്ഥിച്ച്, ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് ഈ വചനം നമ്മുടെ നിറവേറണം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. നമ്മുടെ മേൽ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിശിൽ അവൻ നിഷ്കാസനം ചെയ്തുകൊണ്ട് അവയുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി മാറ്റിയെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അപ്പൊ നമ്മുടെ മേൽ ആധിപത്യം ഉണ്ടോ? തിന്മയ്ക്ക് നമ്മുടെ മേൽ അധികാരമുണ്ടോ? നമ്മളിപ്പോ വിഷമിക്കുന്നതാ. കടബാധ്യതയ്ക്ക് നമ്മുടെ മേൽ അധികാരമില്ല, രോഗങ്ങൾക്ക് നമ്മുടെ മേൽ അധികാരമില്ല, തകർച്ചകൾക്ക് നമ്മുടെ മേൽ അധികാരമില്ല. സകലതിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൻ നിഷ്കാസനം ചെയ്തു. വചനത്തെ വിശ്വസിച്ച്, വചനത്തില് കൊളോസസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം 14-15 തരും. ഒന്നിനും നമ്മുടെ മേൽ ആധിപത്യമില്ല. നമ്മളെ ദൈവം സ്വതന്ത്രരാക്കി എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച്, ശക്തമായിട്ട് സ്തുതിച്ച്. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ കൃപ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 1 മുതൽ തിരുവചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുക. ഏകാഗിരിയുടെ മകളാണ്, ഭർത്തുമതികളുടെ മക്കളെക്കാൾ അധികം നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. അതിലെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ചു നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ച് വ്യാപിക്കുന്ന നിന്റെ സന്തതികൾ രാജ്യം കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാകുകയും ചെയ്യും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? യെശയ്യാ പറയുക, കർത്താവേ, കർത്താവ് അറിയിച്ചു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക. കർത്താവ് അനുഗ്രഹം തരാൻ പോവാ. നിന്റെ മേല് ഉള്ള ആധിപത്യങ്ങള് കർത്താവ് നീക്കിക്കളയാൻ പോകുന്നു. ഈശോയുടെ കുരിശുമരണത്തിലൂടെ വരാൻ പോകുന്ന നിത്യരക്ഷയെ കുറിച്ച് നിന്റെ അതിരുകള് ദൈവം വിസ്തൃതമാക്കാൻ പോകുന്നു. നിന്റെ സന്തതികള് പെരുകാൻ പോകുന്നു. നിന്റെ തലമുറകള് വർദ്ധിക്കപ്പെടാൻ പോകുന്നു, അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. കർത്താവിന്റെ വചനം. നമ്മൾ നിരാശയിരിക്കുവോ? ഈ ആധിപത്യങ്ങൾ നമ്മുടെ മേൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ നിരാശയിലാണ്. രക്ഷപ്പെടുവോ? ജയിക്കുവോ? രോഗശാന്തി ഉണ്ടാകുമോ? അനുഗ്രഹങ്ങൾ കിട്ടുമോ? സംശയത്തിൻ്റെ ആധിപത്യത്തിലാണ് നമ്മുടെ ഹൃദയം നിലകൊള്ളുന്നത്. സംശയമോ? രക്ഷപ്പെടുവോ? ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം അവർ പിന്നെയും ചോദിക്കും, രക്ഷപ്പെടുവോ? എവിടെ വിശ്വാസം? ആധിപത്യത്തിലാണ്. അവിശ്വാസത്തിൻ്റെ ആധിപത്യം ഹൃദയതലങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ഈ ആധിപത്യത്തെ കർത്താവ് നീക്കിക്കളയുക.
എന്നിട്ട് സന്തോഷിക്കാൻ പറയാ കർത്താവ്. പ്രവാചകനായ യേശയ്യായോട് കർത്താവ് പറയുക, യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുവൻ, നിങ്ങളുടെ ദൈവമായ കർത്താവില് നിങ്ങൾ സന്തോഷിക്കുവൻ. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അപ്പൊ നമ്മുടെ കർത്താവ് പറയുന്നത് എന്താ? നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. ആഗ്രഹം വരണ്ടേ, ഈ ഭവനം വലുതാകണം, ഇതിൽ വസിക്കുന്നവരൊക്കെ ഉയർത്തെഴുന്നേൽക്കപ്പെടണം. ചില ആധിപത്യങ്ങളെ കടക്കുക, ചില പ്രശ്നങ്ങളിൽ കടക്കുക, ഉയർത്തെഴുന്നേക്കോ. കോടാനുകോടി രൂപ കടബാധ്യതയായിട്ട് വരുന്നത്, കോടാനുകോടി, ഒരിക്കലും വീടത്തില്ല എന്ന് പറഞ്ഞ വരും. ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. പക്ഷെ വിശ്വാസം, നീ ആഗ്രഹിച്ചേ, നീ പ്രാർത്ഥിച്ചേ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ നിരായുധമാക്കി, അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി മാറ്റി. ലിഖിത നിയമങ്ങളെ അവിടുന്ന് മായ്ച്ചു കളഞ്ഞു. ഒന്നിനും നിന്റെ മേൽ ആധിപത്യമില്ല. നിന്നെ കർത്താവ് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. നീ സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. ആഗ്രഹിച്ചത് നിങ്ങൾ ഈ ശരിയാവോ? ഇതങ്ങ് അവസാനിപ്പിച്ച് ഇതെല്ലാം മാറ്റി ഈ പ്രശ്നത്തെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിഷ്കാസനം ചെയ്തു. നമ്മുടെ മേൽ വന്ന നിയമങ്ങളെ അവൻ അസാധുവാക്കി, അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പ്രാർത്ഥിച്ചേ, വിശ്വസിച്ചേ, ശരിയാവോ? നടക്കുവോ? നമ്മൾ തേങ്ങിയിരിക്കുവല്ല. എൻ്റെ ജീവിതത്തില് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം, സാമീപ്യം ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റ ജീവിതമായിട്ട് മാറ്റപ്പെടുകയും. ഈശോ എന്തിനാ ഉയർത്തെഴുന്നേറ്റെന്തിനാ? എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിരാശയെ കഴിയുക, ആകുലത കഴിയുക, രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. ഈ അവസ്ഥയിൽ നിന്ന് ആ ലിഖിത നിയമത്തെ നീക്കിക്കളഞ്ഞുകൊണ്ട്, ആ ആധിപത്യങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട്, അവയെ ആയുധങ്ങളെ നിരായുധമാക്കിക്കൊണ്ട് കർത്താവ് ആ ആധിപത്യങ്ങളെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉത്ഥാനത്തൊരു ജീവിതമാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നു എന്നാണ് പ്രവാചക ഗ്രന്ഥത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. ഈശോയുടെ വരവിലൂടെ പ്രശ്നം തീരുവോ? അവിടുത്തോട് ഐക്യപ്പെടും, പ്രശ്നം തീർന്നു. റോമ 8:1. അവിടുത്തോട് ഐക്യപ്പെടുത്താൻ പ്രശ്നം തീരുവോ? നിരാശയെ കഴിയും. പ്രത്യാശ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കുന്നില്ല. റോമ 5:5. നിരാശയില്ല നമ്മുടെ ജീവിതത്തിൽ. കാരണം പ്രത്യാശയുള്ള ജീവിതമാണ് ദൈവം പ്രദാനം ചെയ്തത്. പരിശുദ്ധ അമ്മ കാൽവരിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കുരിശിൽ അതിനെല്ലാം നിഷ്കാസനം ചെയ്തുകൊണ്ട്, അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് സംസ്കരിക്കപ്പെടുന്ന ശരീരം ഉയർത്തെഴുന്നേറ്റ്, ആ ഉയർത്തെഴുന്നേറ്റ ശരീരം സ്വർഗത്തിലേക്ക് കരയേറപ്പെട്ടതിനു ശേഷം സിഹിയോൻ ഊട്ടുശാലയില് പെരുമഴ പോലെ അഭിഷേക മഴ പെയ്തിറങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ കന്യാമറിയം പോയിരുന്നത് സിഹിയോൻ ഊട്ടുശാലയില് പരിശുദ്ധ കുർബാന സ്ഥാപിതമായ സിഹിയോൻ ഊട്ടുശാലയിലാണെങ്കിൽ ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത് പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധമായ ദേവാലയത്തിനുള്ളിലാണ്. അവിടെയാണ് കർത്താവിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയേ എന്ന് വിളിക്കാമോ? സാന്നിധ്യം നിൽക്കുന്ന ബലിയർപ്പിക്കേണ്ട സ്ഥലമാണ് പരിശുദ്ധമായ ആലയം. ആ ആലയത്തിനുള്ളിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത്. ബലിപീഠത്തിലാണ് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ തിരുവചനം കേട്ട വചനം നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമായി, നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി. ചില ആധിപത്യങ്ങൾ നമ്മുടെ മേൽ അധികാരം ഉറപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ ചില മേഖലയിൽ വിടുതലില്ലാതെ കിടക്കുക. ആ മേഖല കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുക. തലമുറകളെ അനുഗ്രഹിക്കുക. പൈശാചിക ബന്ധനങ്ങൾ കെട്ടഴിഞ്ഞു പോവുക. ഉദ്ധാനത്തിൻ്റെ ദൈവിക ശക്തി നമ്മളിലേക്കും നമ്മുടെ മക്കളിലേക്കും കടന്നു വന്നു കഴിഞ്ഞു. അവരെല്ലാം പാപബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമായി, അവരെല്ലാം അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത
പ്രാപിച്ചു കഴിഞ്ഞു. ഉദ്ധാനത്തിന്റെ ദൈവിക ശക്തി അവരിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. വിശ്വസിച്ച് നിങ്ങളുടെ മക്കളുടെ മേല്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേല്, നിങ്ങളുടെ മാതാപിതാക്കളുടെ മേല്, നിങ്ങളുടെ സഹോദരങ്ങളുടെ മേല്, നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ മേല് കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും വ്യാപരിക്കപ്പെടുക. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കി കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കി കഴിഞ്ഞു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോട് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ. നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് വചനം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുക. ഏകാകിനിയുടെ മകളാണ് ഭർതൃമതിയുടെ മകളെക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിരു ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യം കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിവിടമാകുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. നിന്റെ യൗവനത്തിൽ അപകീർത്തി നീ വിസ്മയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? നന്നായിട്ട് പ്രാർത്ഥിച്ച് സ്വരമുയർത്തി സ്തുതിച്ചേ, അധരം വിട്ടുകൊടുത്തിട്ട് പ്രാർത്ഥിച്ച് കർത്താവിന്റെ മഹത്വം ഇറങ്ങി നമ്മുടെ മേൽ നിൽക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എല്ലാ ആധിപത്യങ്ങളും നമ്മളെ വിട്ടൊഴിഞ്ഞു പോയി കർത്താവിന്റെ മഹത്വം നമ്മളിൽ വന്ന് പ്രകാശിച്ചു നിൽക്കുകയും വിശ്വാസത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ, പോരെ നന്നായിട്ട് നിങ്ങൾ ആഗ്രഹത്തിനനുസരിച്ച് പ്രാർത്ഥിച്ച്, നിങ്ങൾ ലഭിക്കേണ്ട അഭിഷേകത്തിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കുന്നു. കർത്താവ് ഈ ശരീരത്തോട് ബലഹീന ശരീരത്തിന്റെ മേൽ കർത്താവെ അവിടുത്തെ കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ച്, അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിച്ച്, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, വിടുതൽ നൽകണേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവ് വിടുതൽ തന്നതിനോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ചില മേഖല കർത്താവ് വലിയ വിടുതൽ നൽകിയിട്ടുണ്ട്. വിശ്വാസത്തോടെ സ്തുതിച്ച് അഭിഷേകം നിറയുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുശ്രൂഷ കഴിഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. എൻ്റെ ഒരു കസിനെ മരിച്ചിട്ട് അടക്കാണ് 2:30 മണിക്ക് അടക്കത്തോടെ ആരംഭിക്കുന്ന. അപ്പോൾ ആ സമയത്ത് ഭവനത്തിൽ പോകാൻ വേണ്ടിയിട്ട് തിടുക്കത്തിൽ ഞാൻ പോകും. അതുകൊണ്ട് കാണാനായിട്ട് നിൽക്കരുത്. വൈദികരുന്ന അച്ഛന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ അടുത്ത ആഴ്ച നിങ്ങളെ കാണാനായിട്ട് സൗകര്യമുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഒഴിവാക്കുക. നമുക്ക് കാഴ്ച സമർപ്പണത്തിൻ്റെ സമയമാണ്. കാഴ്ചയായിട്ട് കൊടുക്കുന്ന സമ്പത്തിനെ നമുക്ക് കരങ്ങളിൽ എടുക്കാം. വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വിടുതൽ നൽകി, സാമ്പത്തിക മേഖല വലിയ ഐശ്വര്യം പ്രദാനം ചെയ്തു. കർത്താവ് ഉദ്ധാനത്തിൻ്റെ ദൈവിക ശക്തി സാമ്പത്തിക മേഖല വ്യാപരിക്കപ്പെട്ടു. അതിൻ്റെ മേലുള്ള ആധിപത്യങ്ങളെ കർത്താവ് നിരായുധമാക്കി അവയെ കുരിശിൽ അവിടുന്ന് കുരിശ് തറച്ച് അവയെ ഇല്ലായ്മ ചെയ്ത് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കിയെന്നാണ് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കരങ്ങൾ ഉയർത്തി സാമ്പത്തിക മേഖല സകല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയി എന്നുള്ള വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ബ്ലേഡുകാര് പല രീതിയിലുള്ള നമ്മുടെ ഉപദ്രവിക്ക് കടന്നു വന്നിരിക്കുന്ന അവരുടെ എല്ലാ ആയുധങ്ങളും കർത്താവ് നീക്കിക്കളഞ്ഞുകൊണ്ട് ആ അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി എന്നുള്ള വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് കടബാധ്യത ഒഴിഞ്ഞു പോട്ടെ. കരം ഉയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവെ സമർപ്പണത്തിന് കൂടുതൽ സമ്പത്ത് സമർപ്പിക്കാനുള്ള ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആധിപത്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി നമ്മുടെ ശരീരത്തില്, നമ്മുടെ ആത്മാവില്, നമ്മുടെ ജീവനില്, നമ്മുടെ ജീവിതത്തില് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ചേ. നമുക്ക് ദോഷകരമായ ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഈ വചനത്തിന്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ വിളിക്കുന്നു. ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തി വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കുന്നു. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. നമ്മുടെ ധ്യാനം അടുത്ത മാസം 18-ാം തീയതി
ഞായറാഴ്ച വൈകുന്നേരം 4:30 ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് ആ ധ്യാനത്തിലേക്ക് കൂടുതൽ ആളുകളെ പറഞ്ഞു വിടാനും ഇവിടെ ഈ മലമുകളിൽ ധ്യാനിക്കാത്തവർ ഈ മലമുകളിൽ വിശുദ്ധ ജാവർ പിതാവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്ന ഈ പരിശുദ്ധമായ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ഈ കൂടാരത്തിനുള്ളിൽ നമുക്ക് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. കൂടുതൽ ആളുകൾ വന്ന് അതിൽ പങ്കുചേരാനായിട്ട് പ്രാർത്ഥിക്കുക. കൂടുതൽ ആളുകളെ പറഞ്ഞയക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹത്തോടെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വന്നായിരിക്കും. പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല. നാഥനെന്റെ കൂടെയുള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല. നാഥനെന്റെ കൂടെയുള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല. തന്റെ സ്നേഹം കൂടെയുണ്ട്. ഉള്ളിൽ ഭാരമേറിടുമ്പോൾ തന്റെ സ്നേഹം കൂടെയുണ്ട്. വരും കാലമോർത്തു ഞാൻ ഉലകിൽ നിന്നെ കാത്തു കാത്തിരിപ്പോ. വരും കാലമോർത്തു ഞാൻ ഉലകിൽ നിന്നെ കാത്തു കാത്തി കരമുളി അടിച്ച് തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല, തെല്ലും ഞാൻ പതറുകയില്ല, തെല്ലും ഞാൻ കുലുങ്ങുകയില്ല. ദിവ്യകാരുണ്യ ഈശോ ജനമധ്യത്തിലേക്ക് കടന്നു വരികയും ഈശോ നമുക്ക് ആരാധിക്കാം. ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്നാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവന്നത് അവിടുത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവമായ കർത്താവിനെ ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവ്വശക്തിയോടുകൂടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വർഗീയ രാജാവ് ഇതാ ജനമധ്യത്തിലേക്ക് കടന്നു വരിക അവിടുത്തെ ആരാധിക്കുവാനായി. ത്രിത്വിക ദൈവം, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. തൻ്റെ ജനത്തിനെ ആരാധിക്കുവാനായിട്ട് അപ്പത്വത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് അപ്പത്വത്തിലായിരിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. ഗർഭഛിദ്രമോ വന്ധ്യത ദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പുറപ്പാടിന്റെ പുസ്തകം 23-25 വചനത്തിലൂടെ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും വിശ്വാസത്തോടെ ഈ ദൈവത്തെ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ചങ്കു തുറന്ന് ഈശോയെ എന്ന് വിളിക്കാമോ? ഒന്ന് കാണാൻ കൊതിയായി യേശുവേ തിരുവോസ്തിയിൽ ചേർന്ന് പാടാമോ? കൊതിയായി യേശുവേ നിൻ ജീവനിൽ ഒന്നു കേൾക്കാൻ ഒന്നറിയാൻ ആ തിരുഹൃദയത്തിൽ ഒന്നു ചേരാ യേശുവേ കൊതിയായി ആ സ്നേഹത്തിലൊന്നായി തീരാ യേശുവേ കൊതിയായി ആ സ്നേഹത്തിലൊന്നായി തീരാ. സ്നേഹമൊന്ന് അനുഭവിക്കുക. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ആ വലിയ സ്നേഹം, ആ വലിയ സമാധാനം
അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. സ്വയം സമാധാനത്തിൽ ശിമയോൻ പറഞ്ഞതുപോലെ ഈ സമാധാനത്തിൽ ഈ ദാസനെ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ സമാധാനം നൽകി കർത്താവേ എന്നെയും ശിമയോനെ പോലെ വിട്ടയക്കണമേ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും. സ്നേഹനാഥ നിന്റെ മകനാ കൂടെയാകാ കൊതിയായി സ്നേഹനാഥ നിന്റെ മകനായി കൂടെയാകാ കൊതിയായി അറിയാൻ അനുഭവിക്കാൻ തിരുവോസ്തിയിൽ നീ കൂടെ വേണം ദൈവമേ. നീയില്ലെങ്കിൽ ഞാനൊന്നുമല്ല, നീയല്ലാതെ എനിക്കാരുമില്ല. നീയില്ലെങ്കിൽ ഞാനൊന്നുമല്ല, നീയല്ലാതെ എനിക്കാരുമില്ല. ഒന്നു കാണാൻ കൊതിയായി യേശുവേ തിരുവോസ്തിയിൽ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അനുതാപത്തോടെ നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കും. ചെയ്തുപോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് തമ്പുരാന്റെ സന്നദ്ധയിൽ നമുക്ക് മാപ്പ് ചോദിക്കും. മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് കർത്താവിന്റെ സന്നദ്ധ നമുക്ക് ഉറപ്പ് കൊടുക്കും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ കർത്താവെ ശക്തി തരണമെന്ന് ഓരോ മകനും മകളും ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കും. നീ വരുവാൻ യോഗ്യനല്ല സ്വയം ഞാനെന്നും പാപിയല്ലോ. പാപത്തോടെ നീ വരുവാൻ സ്വയം യോഗ്യനല്ല ഞാനെന്നും പാപിയല്ലോ. സ്വയം വരുമോ എന്റെ ചാരേ സ്വയം തിരിയായി എറിയാം ഞാൻ. മറ്റൊന്നും വേണ്ടെന്റെ നാഥ, നീ മാത്രം മതി എനിക്ക്. കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് ചേർന്ന് പാടാം. മറ്റൊന്നും വേണ്ടെന്റെ നാഥ, നീ മാത്രം മതി എനിക്ക്. ഒത്തിരി സ്നേഹത്തോടെ മറ്റൊന്നും വേണ്ടെന്റെ ഈശോ, നീ മാത്രം മതി എനിക്ക്. ദാഹിച്ചു പ്രാർത്ഥിച്ച് മറ്റൊന്നും വേണ്ടെന്റെ ഈശോ, നീ മാത്രം മതി എനിക്ക്. ഭൂമിയിൽ മറ്റൊന്നും എനിക്ക് വേണ്ട. ഒന്നു കാണാൻ കൊതിയായി യേശുവേ തിരുവോസ്തിയിൽ. ഒന്നലിയാൻ കൊതിയായി യേശുവേ നിൻ ജീവനിൽ. ഒന്നു കേൾക്കാൻ ഒന്നറിയാൻ ആ തിരുഹൃദയത്തിൽ ഒന്നു ചേരാ യേശുവേ കൊതിയായി ആ സ്നേഹത്തിലൊന്നായി തീരാ യേശുവേ 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 കൊതിയായി ആ സ്നേഹത്തിലൊന്നായി തീരാ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ തിരുവചനം. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു.
അവർ അകത്തു കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവനോട് പറഞ്ഞു, ജീവിക്കുന്നവന് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന് അവരിതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. മഗ്ദലന മറിയവും യോവന്നായുടെ യാക്കോബിന്റെ അമ്മയായ മറിയവും അവരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അവർ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണി തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. ഈശോയെ, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്ന് അപ്പസ്തോലന്മാരിലൂടെ നമ്മളിലേക്ക് എത്തി നിൽക്കുകയാ. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സാന്നിധ്യം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ശരീരത്തിൽ ദൈവത്തെ ആരാധിക്കുക, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂർ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ മലയിലും ഈ മലയിലും ഒന്നല്ല, ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂർ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസത്തോടെ, വലിയ അഭിഷേകത്തോടെ ശരീരത്തില് സത്യദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ മനസ്സോടെ, നല്ല മനസ്സോടെ, മുഴുവൻ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട്, സർവശക്തിയോടെ. ഇതാണ് വചനം. അപ്രകാരം ആരാധിക്കുവാനാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടുകൂടി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരുമയോടെ ഒരേ സ്വരത്തില് ഞാനൊന്ന് ഭാവത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ എൻ്റെ ശരീരത്തില്, എൻ്റെ ആത്മാവില് ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവിക ശരീരവും ദൈവിക ആത്മാവ് എൻ്റെ ആത്മാവിനോട് ശരീരത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ പ്രകാശത്തിലായിരിക്കും എൻ്റെ ശരീരം. ഒരന്ധകാര ശക്തിക്ക് പോലും എൻ്റെ ശരീരത്തിന് മേൽ ആധിപത്യം ഉറപ്പിക്കുവാൻ സാധ്യമല്ല. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ പ്രവേശിക്കത്തില്ല എന്ന തിരുവെഴുത്ത് ഇതാ നമ്മളിൽ നിന്ന് അന്വർത്ഥമായിരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സകല ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ നിരായുധമാക്കിക്കൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റിയെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കുക. അഭിഷേകം നിറയണം. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. സകല ആധിപത്യങ്ങളും ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്നു. കർത്താവിന്റെ മഹത്വത്തിന്റെ ശരീരമായിട്ട് ശരീരം രൂപാന്തരപ്പെടുന്നു. വലിയ അഭിഷേകം നിറയപ്പെടുന്നു. വലിയ അനുഗ്രഹം വെളിപ്പെടുന്നു. വലിയ രോഗശാന്തികള് ശരീരത്തിൽ സംഭവിക്കുന്നു. വിശ്വാസം വർദ്ധിക്കപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സത്യമായി ഉയർത്തെഴുന്നേറ്റ് മിശിഹായെ വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ദൈവത്തെ വിളിക്കാമോ? ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ആമേൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. കരങ്ങളടിച്ച് പാടാം. കരങ്ങളടിച്ച് ശക്തിയോടെ. പരിശുദ്ധനായവൻ,
നമ്മളെ പരിശുദ്ധനാക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ പരിശുദ്ധമായ ശരീരത്തിലേക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ ശരീരത്താൽ സംസ്കരിക്കപ്പെട്ട് ആ ശരീരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അത് പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പെട്ട് ആ ശരീരം പരിശുദ്ധ കുർബാനയായിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഈ അശുദ്ധമായ ശരീരത്തെ പരിശുദ്ധ ശരീരമാക്കി മാറ്റുന്ന തമ്പുരാന്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. അവന്റെ ശരീരവും രക്തവും ഭക്ഷ്യപാനീയമായിട്ട് നൽകിക്കൊണ്ട് ഈ ശരീരത്തെ സ്വർഗീയ ശരീരമാക്കി മാറ്റിയ തമ്പുരാന്റെ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയെ ഈശോയെ എന്ന് വിളിക്കാമോ? ചേർന്ന് പാടാം, കരമടിച്ചു പാടാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ. കരമുളയത്തി അടിച്ച് ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ശക്തിയോടെ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനം ഇളകി ദേവാലയം ധൂമപൂരിതമായി. യെശയ്യ കണ്ടു ദൈവത്തിന്റെ സാന്നിധ്യം. മക്കളെ, ദൈവ സാന്നിധ്യം കണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് ദൈവത്തെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചാലോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അലങ്കമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, അഖോള സഭയോട് ചേർന്ന്, എല്ലാ മെത്രാന്മാരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് ഭൂവാസികൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കൂക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ഉഴഞ്ഞ എന്റെ ജീവിതത്തിന്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. ഒരു കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്കാരാധിച്ചിടാം. വെള്ളക്കുതിരാമേൽ വരുന്നവനെ നല്ല താളത്തിൽ നമുക്കാരാധിച്ചിടാം. അവന്റെ വിളി ഈ നാളങ്ങൾ പോൽ ഈ നാളങ്ങളെ നമുക്കേറ്റുവാങ്ങിടാം. അവന്റെ വിളി ഈ നാളങ്ങൾ പോൽ ഈ നാളങ്ങളെ നമുക്കേറ്റുവാങ്ങിടാം. വരാമിന്നൊരു തെറ്റു പറ്റാതെ സാധുമൃഗമാം കഴുത വഴി കാവൽ നിന്നൊരു പൊന്നു കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. മരുഭൂമിയിൽ പൊന്നു മന്നയും കാടയും തന്ന നല്ല കർത്താവേ, കടഭാരങ്ങൾ നീ അറിയുന്നല്ലോ. ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ
മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. എല്ലാ കരങ്ങളും ഉയരട്ടെ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. യേശു മാത്രം പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതിക്കുന്നു. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തെ നീ സ്തുതിക്കുന്നു. മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. എല്ലാ അധരങ്ങളും നീ ദൈവത്തെ മാത്രം സ്തുതിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ. അഭിഷേകം നീ മാത്രം ദൈവമാകുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവശക്തി നീ വ്യാപരിക്കപ്പെടുന്നു. മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനായ നീ ദൈവത്തിന്റെ കരുണ മാത്രം പരിശുദ്ധൻ വെളിപ്പെടുന്നു. പരിശുദ്ധൻ. ഹല്ലേലൂയ. പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വയം വിളിച്ച് സ്വയം വിളിച്ച് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ വ്യാപരിക്കപ്പെടുന്നു. വെളിപാട് 19:11 സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവന്റെ മിഴികൾ തീനാളം പോലെ, അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങള്. അവൻ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രങ്ങൾ അണിഞ്ഞ വെള്ളക്കുതിരയുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാള് പുറപ്പെടുന്നു. സർവ്വജനങ്ങളുടെ മേല് അത് പതിക്കുന്നു. ഇരുമ്പ് തണ്ടുകൊണ്ട് അവരെ ധരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിന്റെ മുന്തിരിച്ചക്ക അവൻ ചവിട്ടുകയും ചെയ്യുന്നു. അവന്റെ മേലങ്കിയിൽ തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. കരമുയർത്തി ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ ഈശോയെന്ന് വിളിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ ഈശോയെന്ന് വിളിക്കുന്നു. നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹ സമൂഹത്തിലേക്ക് വ്യാപരിക്കപ്പെട്ടു കഴിഞ്ഞു. വലിയ അഭിഷേകം, ദൈവകൃപ ദൈവജനത്തിലേക്ക് കടന്നു വരുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ശരത് വലിയ സമാധാനം അനുഭവിക്കുന്നവരുണ്ട് എന്ന് പരിശുദ്ധാത്മ കാണിച്ചു തരികയും എന്തൊക്കെയോ ശരത് നിന്ന് വിട്ടകന്നു പോകുന്ന പോലെ ഒരു അനുഭവം കിട്ടിയവരും ഈ സമൂഹത്തിലുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ നന്ദിപൂർവ്വം ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സകല ആധിപത്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ മക്കളിൽ നിന്ന് സകല ആധിപത്യങ്ങളും നീങ്ങിപ്പോയെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വലിയ കരുണയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നവദമ്പതിമാരെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. സ്വരമുയർത്തിക്ക് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു. ദൈവശക്തി വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? ദൈവത്തെ നമുക്ക് വീണ്ടും ആരാധിക്കാം. സർവശക്തനായ ദൈവം, അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, കൂടെ നടന്ന ദൈവം, ഇസ്രായേലിനെ സ്വതന്ത്രമാക്കിയ ദൈവം, മരുഭൂമിയിൽ ആരാധിപ്പിച്ച ദൈവം, മന്ന പെയ്തു കൊടുത്ത ദൈവം, കൂടാരവാതുക്കളിലേക്ക് പൊടിമഞ്ഞുപോലെ മഞ്ഞുപോലെ സ്വർഗീയപ്പം പെയ്ച്ചു കൊടുത്ത തമ്പുരാന്റെ സ്നേഹം, കടലിൽ നിന്ന് കാറ്റടിച്ചപ്പോൾ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കുക, കാടപ്പക്ഷിയെ കൊടുത്തുകൊണ്ട്, ഇറച്ചി കൊടുത്തുകൊണ്ട് അവരെ സംതൃപ്തരാക്കിയ ദൈവം, ആഗ്രഹങ്ങളെ, മനുഷ്യന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആഗ്രഹങ്ങളിലേക്കെല്ലാം കർത്താവിന്റെ അനുഗ്രഹം വരും. ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ആഗ്രഹങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുകയും വിശ്വസിച്ച് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത്
കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടാം. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ദൈവമേ, അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. എല്ലാവരും ചേർന്ന് പാടിക്കേ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കരങ്ങളടിച്ച് പാടാം. ശക്തിയോടെ നന്ദിയോടെ ലഭിച്ച എല്ലാ അനുഗ്രഹം ലഭിച്ചു എന്നുള്ള വിശ്വാസം, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിലോ നമ്മളെ ഉയർത്തി നിർത്തുകയാണ്. കർത്താവിന്റെ കൈയാണ് ആ പാറ. ആ പാറമേലോ കർത്താവ് നമ്മളെ ഉയർത്തി ദേശത്ത്, കുടുംബത്തിലോ നമ്മളെ ഒരു അനുഗ്രഹമാക്കി, എന്നെയും നിങ്ങളെയും ഒരു അനുഗ്രഹമായിട്ട് ദൈവം ഉയർത്തുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ആ കൈയാണ് ആ പാറ. ആ പാറമേല് ദൈവം എന്നെ കയറ്റി നിർത്തി. ആ പാറമേല് ദൈവം എന്നെ ഉയർത്തി, കരമുയർത്തി. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് ഈശോയെ എന്ന് വിളിക്കാമോ? ദേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ശക്തിയോടെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി. കരമുയർത്തി അടിച്ച് ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ആമേൻ. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ അവിടെ വീഴുകില്ല. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ അവിടെ വീഴുകില്ല. ഉയർന്നതാണ് പാറ, ബലമുള്ളതാ പാറ, കർത്താവിന്റെ കൈയാണ് പാറ. ഉയർന്നതാണ് പാറ, ബലമുള്ളതാ പാറ, കർത്താവിന്റെ കൈയാണ് പാറ. കരങ്ങൾ ഉയർത്തിയടിച്ച് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. വിശ്വാസത്തോടെ പാടിക്കേ. എന്നെ അവൻ ഉയർത്തും. ഉയർത്തെഴുന്നേറ്റ മിശിഹ എന്റെ ദേശത്ത്, എന്റെ കുടുംബത്തില്, എന്റെ ഇടവകയില്, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത്, എന്റെ ജോലി മേഖലയില്, എന്റെ ബിസിനസ് മേഖലയില്, ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളില് എന്നെ യേശു ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റ മിശിഹായെ വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നിന്ദനങ്ങൾ നിന്നെ കേശുകില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്ദനങ്ങൾ നിന്നെ കേശുകില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്നെ വേട്ടയാടിയ കലകൾക്കു മീതെ ശിരസവൻ ഉയർത്തി നിർത്തും. നിന്നെ വേട്ടയാടിയ കലകൾക്കു മീതെ ശിരസവൻ ഉയർത്തി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും.
വിശ്വാസത്തോടെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. യേശുവെന്നെ കയറ്റി നിർത്തും. യേശുവെന്നെ കയറ്റി നിർത്തും. ചേർന്ന് പഠിക്കേ. യേശുവെന്നെ കയറ്റി നിർത്തും. എന്നെ ഉയർത്തും. യേശുവെന്നെ കയറ്റി നിർത്തും. എന്നെ ഉന്നതനാക്കും. യേശുവെന്നെ കയറ്റി നിർത്തും. എന്നെ അഭിഷേകമാക്കും. യേശുവെന്നെ കയറ്റി നിർത്തും. എന്നെ അഭിഷേകം ചെയ്തു. യേശുവെന്നെ കയറ്റി നിർത്തും. എന്നെ അനുഗ്രഹമാക്കി മാറ്റി. യേശുവെന്നെ കയറ്റി നിർത്തും. 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 ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിക്കുന്നു. അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സ്വരമേർത്തി പ്രാർത്ഥിച്ചേ. സ്വരമേർത്തി സ്തുതിച്ച് എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എന്റെ കഴിവെല്ലാം പോയി, എനിക്ക് കഴിവില്ലാത്തവനാണ് എന്ന് ചിന്തിക്കുന്ന ഓരോ മകനേനും മകൾക്കും കർത്താവ് കഴിവ് നൽകി അനുഗ്രഹിക്കുന്നു. നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഈശോ പറയുന്നു. കരമുയർത്തുന്നു. വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? മുട്ടുമേലാകാമോ? മുട്ടുമേലാകാം. ഈശോയുടെ സന്നദ്ധിയിൽ നമുക്ക് മുട്ടുമേലായിരുന്നുകൊണ്ട് ഒത്തിരി ചിന്താഗതികൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്, ആധിപത്യം പുലർത്തുന്നുണ്ട്. ഒന്നിനും കൊള്ളത്തില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജീവിതം തീർന്ന്, ഒരു കഴിവില്ലാത്ത ആളാ, കഴിവ് കെട്ടവനാ, കഴിവ് കെട്ടവളാ എന്നൊക്കെ ചിന്തിക്കുന്നൊരു ചിന്താഗതി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. ആ ചിന്താഗതികളിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിക്കുക. ആ കഴിവ് കർത്താവ് നേടി തന്നു കഴിഞ്ഞു. ശരീരമൊക്കെ തകർക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ശക്തിയോടെ കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയുടെ നെറുകയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. ഒരു മനുഷ്യനും സങ്കല്പിക്കുവാൻ കഴിയാത്ത ഉഗ്രമായ വേദനകളുടെ കടന്നു പോകുന്ന മെശിഹ ഈ കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയുടെ നെറുകയിൽ ഉടനെ എത്തിച്ചേരുകയാണ്. ആ മരക്കുരിശിൽ യേശു തറയ്ക്കപ്പെടുകയാണ്. ആ മരക്കുരിശിൽ കിടന്നുകൊണ്ട് യേശു പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകുന്നുണ്ട്. ആ മരക്കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ മരക്കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇവർ എന്നോട് ചെയ്തതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശു നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കാൻ മറക്കുന്നില്ല. ഈ കുരിശ് മരത്തിൽ ധൈര്യത്തോടെ കയറിക്കിടന്നുകൊണ്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ജീവൻ വെടിയുന്ന മിശിഹ ധൈര്യത്തോടെയാ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് ഈശോയെ, ഈ ചിന്താഗതി ദൈവിക ചിന്താഗതിയല്ല, എല്ലാത്തിനെയും അധീനമാക്കിയ ചിന്താഗതിയാണ് ദൈവത്തിൻ്റെ ചിന്താഗതി. എല്ലാ ആയുധങ്ങളെയും നിരായുധമാക്കിയ തമ്പുരാന്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. സകലതിനെയും അതിജീവിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. കല്ലറകളെ ഭേദിച്ച് പുറത്തു വരുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. മക്കള് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റുന്നില്ല, തടസ്സങ്ങളെ നീക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. ആഴ്ചയുടെ ആരംഭത്തില് ആദ്യ ദിവസം തന്നെ സ്ത്രീകള് സുഗന്ധദ്രവ്യമായ യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ ബലഹീനരാണ്, കല്ലുരുട്ടി മാറ്റുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അവരുടെ ബലഹീനതകളിലേക്ക് ഇറങ്ങി വന്ന് ആ ബലഹീനതകളെ ഇല്ലാതാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ഇന്ന് വ്യാപരിക്കപ്പെടുന്നത്. വെറു സ്ത്രീകൾ, അവരെ കൊണ്ട് ഒരു വലിയ കല്ലുരുട്ടി മാറ്റാൻ സാധ്യമല്ല. തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ശക്തി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. തകർച്ചകളെ ഉയർച്ചയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അനന്തമായ ശക്തി.
ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സകലതും ചെയ്യുവാൻ അവിടുന്ന് ശക്തി തരികയാണ്. സകലതിൻ്റെ മേൽ ആധിപത്യം അവിടുന്ന് നൽകുകയാണ്. സകലതിനെ അവിടുന്ന് നിരായുധമാക്കുകയാണ്. ലിഖിത നിയമങ്ങളെ അവിടുന്ന് മായ്ച്ചു കളയുകയാണ്. സ്വർഗീയമായ അധികാരം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുക. വിശ്വസിച്ച് പ്രാർത്ഥന എന്നെ കൊണ്ട് സാധിക്കും. എനിക്കങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പറ്റും. എനിക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ സാധ്യമാകും. ലോകത്തിന്റെ അതിർത്തി വരെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിക്കും. എൻ്റെ ബലഹീനതയിൽ നിന്ന് കർത്താവ് എന്നെ വീണ്ടെടുത്തു കഴിഞ്ഞു. എൻ്റെ മറവി കർത്താവ് മാറ്റിത്തരും. യാത്ര ചെയ്യാൻ പോലും പണമില്ല, ക്ലേശങ്ങളിൽ കർത്താവ് ക്ലേശകാലത്ത് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. കഷ്ടകാലങ്ങളിൽ കർത്താവിന്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ, ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞ് ചില അടിമത്തങ്ങൾ കർത്താവ് നീക്കിക്കളയുന്നുണ്ട്. ചില വ്യക്തി ബന്ധങ്ങളിൽ നിന്ന് കർത്താവ് മോചിപ്പിക്കുന്നുണ്ട്. ചില തടസ്സങ്ങളിൽ നിന്ന് കർത്താവ് മോചനം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചില ദുരുപദേശങ്ങളിൽ നിന്ന് കർത്താവ് മോചനം നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ, വ്യാജമായ ചില അവസ്ഥകളിൽ നിന്ന് പ്രവർത്തികളിൽ നിന്ന് കർത്താവ് മോചനം തരുന്നുണ്ട്. വ്യാജമായ ചില ഉപദേശങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തെറ്റായ ധാരണകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുകയാണ്. അന്ധവിശ്വാസത്തിന്റെ ചില കെട്ടുകൾ ഈശോ അഴിച്ചു മാറ്റുകയാണ്. അവിശ്വാസിയെ വിശ്വാസിയാക്കി കർത്താവ് രൂപപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് കുടുംബത്തെ മുഴുവൻ അൾത്താറിലേക്ക് സമർപ്പിച്ച് ദിവ്യകാരണത്തിലേക്ക് സമർപ്പിച്ച് ഈശോയിലേക്ക് സമർപ്പിച്ച് മുറിവുകളിലേക്ക്, യേശുവിന്റെ ശരീരത്തിലെ മുറിവേൽപ്പിക്കേണ്ട മുറിവുകളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് അവരുടെ വേദനകളെ അവർ ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഈശോ നീക്കിക്കളയുന്നുണ്ട്. ചില അവിശ്വാസം, ചില അന്ധവിശ്വാസത്തിന്റെ മേഖല, ചില സംശയത്തിന്റെ ചില അരൂപികളിൽ നിന്ന് കർത്താവ് മക്കൾക്ക് മോചനം തരുന്നുണ്ട്. ചില ചുറ്റുപാടുകൾ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കുടുംബങ്ങള് ചില ഐശ്വര്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ വലിയ പ്രകാശം വന്ന് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ജനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് സ്വയം അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ, പ്രവർത്തികളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കപ്പെടണേ. വിവാഹമെന്ന ഉദാശയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ. തലമുറകളെ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ. ഈശോയെ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്. ആ വലിയ കൂദാശ മഹത്വപൂർണ്ണമാക്കി ദൈവം മാറ്റുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. രോഗികളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കിടപ്പ് രോഗികളിലേക്ക് കർത്താവിന്റെ കരുണ വ്യാപരിക്കപ്പെടുന്നുണ്ട്. ചില സ്ഥാപനങ്ങൾ അധപതിച്ച് കിടക്കുന്ന ചില സ്ഥാപനങ്ങളിൽ ഈശോ ഉയർത്തുന്നതായിട്ട് ക്രിസ്തു സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വലിയ അഭിവൃദ്ധി ചില സ്ഥാപനങ്ങളിൽ കൈവരുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് തരുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ജോലിയിൽ വലിയ പ്രമോഷൻ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. പുതിയ ജോലി സാധ്യതകൾ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കടബാധ്യതയിൽ നിന്ന് മക്കൾക്ക് വലിയ അനുഗ്രഹം നൽകി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഭവനരഹിതരെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോ ഭവനം നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവാണ് ഭവനം പണിയുന്നതെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈശോ ഉറപ്പ് തരുന്നു. പരിശുദ്ധാത്മാവ് ഉറപ്പ് തരുന്നു. വിശ്വാസത്തോടെ വിളിച്ച് ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, കരങ്ങൾ ഉയർത്തി വിളിച്ച്, എല്ലാവരും ഒട്ടുമേൽ നിന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച്, കരങ്ങൾ ഉയർത്തി വിളിച്ച്. കെട്ടുകൾ അഴിയപ്പെടുന്നുണ്ട്. ചില ബന്ധനങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. ചില അവിശ്വസ്തര കൂട്ടുകെട്ടുകൾ ഈശോ അഴിച്ചു മാറ്റുന്നുണ്ട്. ചില ബന്ധനങ്ങളിൽ നിന്ന് കുടുംബങ്ങൾക്ക് മോചനം നൽകുന്നുണ്ട്. കരമുയർത്തി ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നുണ്ട്.
എല്ലാവരും വിളിക്കുന്നുണ്ട്. സ്വരമുയർത്തി വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കണ്ണുകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അനുതാപത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. വലിയ അനുഗ്രഹങ്ങൾ വ്യാപരിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥയിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഭൂമിയിൽ വെളിപ്പെടുവാനും അനേകം വിശ്വാസികൾ കടന്നു വരുവാനും വലിയൊരു അഭിഷേകം അതിലൂടെ ഉടലെടുക്കുവാനും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മനുഷ്യരെ സ്നേഹിക്കുവാനുള്ള ഉന്നതമായൊരു അഭിഷേകം പരിശുദ്ധ പിതാവിലൂടെ ഭൂമിയിലേക്ക് വ്യാപരിക്കപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ഫ്രാൻസിസ് പാപ്പായെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ഭരണ കാലഘട്ടത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അദ്ദേഹത്തിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കൃപ നിറഞ്ഞ ഈശോയെ എന്ന് വിളിക്കാമോ? യേശുവേ നാഥ, ചേർത്ത് പഠിക്കേ. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്വരമുയർത്തി. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അനുതാപത്തോടെ ദൈവസ്ഥാനത്തിൽ നമുക്കായിരിക്കും. നമ്മുടെ തെറ്റുകൾ, കുറവുകൾ, ബലഹീനതകളെല്ലാം ഈശോ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എന്നെ ഒരു അനുഗ്രഹമാക്കണമേ, എന്നൊരു അഭിഷേകമാക്കി മാറ്റണമേ. ദേശത്ത്, കുടുംബത്ത് ഞാനൊരു അനുഗ്രഹമാകട്ടെ എന്ന് ഓരോ മകനും മകളും ദൈവസ്ഥാനത്തിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
എല്ലാവരും. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ചേർന്ന് പാടിക്കേ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന ത്രിത്വൈക ദൈവമേ, ആരാധന, ആരാധന, ആരാധന ത്രിത്വൈക ദൈവമേ, ആരാധന, ആരാധന, ആരാധന. ഇവിടെ എല്ലാ നിയമങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി ദൈവകാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ആയിരിക്കുന്ന മക്കൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമുക്ക് പൂർത്തീകരിച്ച് തരികയാണ്, അതെല്ലാം വീണ്ടെടുത്ത് തരികയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ എല്ലാ മേഖലയിലേക്കും, തകർന്നു കിടക്കുന്ന എല്ലാ മേഖലയിലേക്കും കർത്താവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടുകയാണ്, ശക്തി കടന്നു ചെല്ലുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഈശോയെ ഏതെല്ലാം മേഖലയിലാണ് തകർച്ചയുള്ളത്, തളർച്ചയുള്ളത്, അവിടെ എല്ലാം കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുകയും ഉദ്ധിതൻ്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടുകയും കോശങ്ങളിലോ രോഗപീഠകളുണ്ടെങ്കിലോ രോഗാരൂപികളുണ്ടെങ്കിലോ ദൈവ സാന്നിധ്യം ആ മേഖലയിലേക്ക് വ്യാപരിക്കപ്പെടുകയും പരിശുദ്ധ കുർബാനയിൽ നിന്ന്, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചുവെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രക്തസ്രാവക്കാരി സൗഖ്യം പ്രാപിച്ചു. ആഗ്രഹിക്കുക അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടാൻ. അവനിൽ സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോ എന്നെ സുഖപ്പെടുത്തണേ, എന്നെ അനുഗ്രഹിക്കണേ ഈശോയെ, ബലഹീനതകളിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കണമേ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണേ ഈശോയെ. ഞാൻ പാപിയാണ്, ഞാൻ രോഗിയാണ്, ഞാൻ ബലഹീനനാണ്, തകർന്നവനാണ്, തളർന്നവനാണ്. മക്കൾ പ്രാർത്ഥിച്ച് ഈശോ ഇടപെടുന്ന സമയമാണ്. ജീവിതത്തെ മുഴുവൻ കർത്താവിന് കൊടുത്ത്, കുടുംബത്തെ കൊടുത്ത്, ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, നൊമ്പരപ്പെടുത്തിയവർ, വേദനിപ്പിച്ചവർ, അവഹേളിച്ചവർ, നിന്ദിച്ചവർ, നമ്മുടെ ജീവിതം തകർത്ത് കളയാനായിട്ട് പരിശ്രമിച്ചവർ, അവരെല്ലാം ഓർത്ത് നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. ഈശോയെ അവരോടെല്ലാം നിരുപാധിക ക്ഷമിച്ചുകൊണ്ട്, അവർ ചെയ്യുന്നതൊന്നും അവരറിഞ്ഞില്ല, അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയുടെ മാതൃക നമുക്കും പിൻചെല്ലാം, അവനെ നമുക്ക് അനുഗമിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ പാപികളും ബലഹീനരുമായിരിക്കും നമുക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. ആരെയും അവിടുന്ന് ഒഴിവാക്കിയില്ല. കുപ്രസിദ്ധ കുറ്റവാളിയായ ബറാബാസിനെ പോലും ജയിലിൽ നിന്ന് വറുത്തുകൊണ്ടുവന്ന് സ്വതന്ത്രനാക്കി. അവന്റെ പാപങ്ങൾ പോലും ഏറ്റെടുത്തുകൊണ്ട് ആ ബറാബാസിനെ സ്വതന്ത്രമാക്കിയ ഒരു ദൈവം നമുക്കുണ്ട്. അവന് വേണ്ടി പോലും ബലിയായി തീരുവാൻ, ഒരു പാപിക്ക് വേണ്ടി ബലിയായി തീരുവാൻ തയ്യാറായ ഒരു നീതിമാനായ മനുഷ്യൻ യേശുനാഥൻ. മക്കളെ പ്രാർത്ഥിച്ച്, ഒരു പാപം പോലും ചെയ്യാതെ, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളൊന്നും ആസ്വദിക്കാത്ത ഒരു പാപം മനുഷ്യൻ യേശുനാഥൻ. പാപം എന്തെന്ന് പോലും തിരിച്ചറിയാത്ത ആ ശരീരത്തിലേക്ക് ആ പാപത്തിന്റെ പരിണിത ഫലങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് പാപപരിഹാര ബലിയായി തീർന്ന യേശുനാഥൻ എന്നെ സ്വതന്ത്രമാക്കുവാൻ, നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ, ലോകം മുഴുവനുള്ള പാപികളെ മുഴുവൻ സ്വതന്ത്രമാക്കുവാൻ,
കുടുംബാബിയെ പോലും അനുതാപത്തിലേക്ക് നയിക്കുവാൻ അവന്റെ ഹൃദയവിലാവിൽ നിന്ന് തിരുരക്തം ഒഴുകി ഇറങ്ങിയെന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. തിരുവിലാവിലെ തിരുരക്തം ഏത് കുടുംബാബിയെ പോലും അനുതാപത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യമാണ്, സ്നേഹമാണ്, ജീവജലത്തിന്റെ അരുവിയാണ്. അത് കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. ജീവിത പങ്കാളിലേക്കും മക്കളിലേക്കും പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന മകളിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുകി ഇറങ്ങുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ കുടുംബാപികളെ പോലും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് തമ്പുരാൻ കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശില് മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ പരിശുദ്ധമായ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ശരീരത്തിലൂടെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന തമ്പുരാന്റെ സ്നേഹത്തോട് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് മദ്യത്തിലും ലഹരി പദാർത്ഥങ്ങൾക്ക് ശാരീരികമായ അടിമത്തങ്ങളിൽ കഴിയുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ധുവാർച്ചനയുടെ സമയത്ത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ മുഴുവൻ ജനത്തെയും കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ. ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഈശോയെ. ദൈവ കരുണയ്ക്കായിട്ട് വിളിക്കാമോ? ഈശോയെ. കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടാൻ വിളിക്കാമോ? ഈശോയെ. പാപികളായിരിക്കുന്നവരിലേക്ക് അനുതാപത്തിന്റെ ദൈവിക കൃപ ചൊരിയപ്പെടുവാൻ വേണ്ടി കരമുയർത്തി ഒന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിച്ചേ. ഈശോയെ. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഇന്ന് ആരാധന ഏറ്റെടുത്ത് മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദിവികാനനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ആലത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ എല്ലാ ശുശ്രൂഷകരെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനത്തെ സമർപ്പിച്ചുകൊണ്ട് അതിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിളിക്കുന്ന ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്നുള്ള കർത്താവിന്റെ വചനം ദൈവമക്കളുടെ മേൽ ഇതാ നിറവേറുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. കണ്ണുനീരോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. അനുതാപത്തോടെ യേശുവേ എന്ന് വിളിക്കുന്നു. ആയിരത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. പ്രാണിപോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും
വാർന്നിട്ടും നിൽക്കുകയാണല്ലോ, കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു.